1996 ആഡം സ്മിത്ത് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ആ ബുക്കിന്റെ പേര് വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ്. ഈ വെൽത്ത് ഓഫ് നേഷൻസ് ആണ് മോഡേൺ എക്കണോമിക്സിന്റെ ആദ്യത്തെ ഗ്രന്ഥമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അന്ന് മുതൽക്കുള്ള എക്കണോമിക്സിനെയാണ് മോഡേൺ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മോഡേൺ എക്കണോമിക്സിന്റെ മുമ്പുള്ള എക്കണോമിക്സ് ആണ് എക്കണോമിക് തോട്ട് എന്ന പേരിൽ നമ്മൾ മെഡീവൽ എക്കണോമിക്സ് എന്നും ഏൻഷ്യന്റ് എക്കണോമിക് തോട്ട് എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നു. അപ്പോ എക്കണോമിക് തോട്ട് മെയിൻലി ഡിവൈഡഡ് ഇൻടു 3 periods. ഒന്ന് ഏൻഷ്യന്റ്, രണ്ട് മെഡീവൽ, മൂന്ന് മോഡേൺ. മോഡേൺ പീരിയഡ് 17-18 നൂറ്റാണ്ടുകൾക്ക് മുതൽക്ക് ഇങ്ങോട്ടുള്ളത് മോഡേൺ പീരിയഡ്. ഏൻഷ്യന്റ് പീരിയഡ് എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രാരംഭം നമുക്ക് കിട്ടുന്ന ചരിത്രം ഉണ്ടല്ലോ, എഴുതപ്പെട്ട ചരിത്രമുള്ള കാലഘട്ടം. അത് ഗ്രീക്ക് ഏൻഷ്യന്റ് പീരിയഡ് 2500 BC-യിലാണ് ഹീബ്രു പീരിയഡ് എഴുതപ്പെട്ട ചരിത്രം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതേപോലെ ഗ്രീക്ക് പീരിയഡ് 427 BC മുതൽക്കുള്ള നമ്മുടെ പ്ലാറ്റോ, അരിസ്റ്റോട്ടിലൊക്കെ നമ്മൾ പറയുമ്പോൾ, നമ്മൾ സൈക്കോളജി പറയുമ്പോൾ ഫിലോസഫി പറയുമ്പോഴൊക്കെ അവരെ പറയും അവർക്ക് എക്കണോമിക് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവരുടെ എക്കണോമിക് കോൺട്രിബ്യൂഷൻസിനെ നമ്മൾ എക്കണോമിക് തോട്ടായിട്ട് പരിഗണിക്കും. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് തോട്ട് പഠിക്കുന്നേരം ഇത് അവിടുന്ന് മുതൽക്ക് ഇങ്ങോട്ട് പ്ലാറ്റോയുടെ എക്കണോമിക് തിങ്കിങ്സ്, അരിസ്റ്റോട്ടലിന്റെ എക്കണോമിക് തിങ്കിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. ഹീബ്രു പീരിയഡിലുള്ള എക്കണോമിക് തിങ്കിങ്സ് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇങ്ങോട്ടുള്ളതെല്ലാം ഏൻഷ്യന്റ് എക്കണോമിക് തിങ്കിങ്സ് ആണ്, തോട്ടായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതേപോലെ റോമൻ തിങ്കിങ്, സിസറോ പോലുള്ള എക്കണോമിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങോട്ടുള്ള ഏതാണ്ട് റോമൻ പീരിയഡിന്റെ എൻഡ് വരെയുള്ളതാണ് നമ്മൾ ഏൻഷ്യന്റ് എന്ന് നമ്മൾ പറയുന്നത്. മെഡീവൽ പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഈ റോമൻ പീരിയഡ് എൻഡ് ചെയ്ത 5-ാം നൂറ്റാണ്ട് മുതൽക്ക് 1500 AD വരെയുള്ള കാലത്തിലാണ് നമ്മൾ മെഡീവൽ പീരിയഡ് എന്ന് പറയുന്നത്. ഏതാണ്ട് 1000-ഓളം വർഷം അറിയപ്പെടുന്ന വർഷമാണ് മെഡീവൽ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോ പിന്നെ ഈ പീരിയഡിലാണ് ലോകത്ത് ചരിത്രമൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഡാർക്ക് ഏജ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡാർക്ക് ഏജ് എന്ന് പറയുന്നത് ഏതാണ്ട് 6-ാം നൂറ്റാണ്ട് മുതൽക്ക് 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ യൂറോപ്യൻ ചരിത്രകാരന്മാരും എക്കണോമിസ്റ്റുകളും ഒക്കെ വിശേഷിപ്പിക്കുന്നത് ഡാർക്ക് ഏജ് എന്നാണ്. ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ലോകത്ത് സയൻസ് രംഗത്തോ ഫിലോസഫിയിലോ എക്കണോമിക്സിലോ ഒന്നും ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസോ തിങ്കിങ്സോ ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത കാലം എന്ന് യൂറോപ്യൻ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന കാലമാണ് ഈ ഡാർക്ക് ഏജ് എന്ന് പറയുന്നത്. ഈ മെഡീവൽ പീരിയഡ് ആണ് ഡാർക്ക് ഏജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂരിഭാഗം. അപ്പൊ ഞാൻ അത് പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇവിടെയാണ് ഇസ്ലാമിക് എക്കണോമിക് തോട്ടിന്റെ പ്രസക്തി എന്ന് പറയാനാണ്. ഇസ്ലാമിക് എക്കണോമിക് തോട്ട് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഇസ്ലാമിക് എക്കണോമിക് തോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് പ്രവാചകന് ശേഷം, പ്രവാചകനോടുകൂടി ആണ് ഇസ്ലാം ലോകത്ത് വരുന്നത്. പ്രവാചകന് ശേഷം നിരവധി നൂറ്റാണ്ടുകൾ മുസ്ലിം ഭരണകൂടങ്ങൾ നിലനിന്നിട്ടുണ്ട്. ഈ ഭരണകൂടങ്ങളിലെ ഇസ്ലാമിക് അഡ്മിനിസ്ട്രേഷൻ നിലനിന്നിട്ടുണ്ട്. അന്ന് ലോകത്ത് സയൻസ്, അതേപോലെ തന്നെ ഫിലോസഫി, എക്കണോമിക്സ് തുടങ്ങി മെഡിക്കൽ സയൻസ്, ഈ രംഗത്തൊക്കെ വലിയ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഡെവലപ്മെന്റിനെ ഒന്നും യൂറോപ്യൻ ചരിത്രകാരന്മാര് പരിഗണിക്കുന്നില്ല എന്നതാണ് ഡാർക്ക് ഏജ് കൊണ്ട് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഡാർക്ക് ഏജ് ഉണ്ടായിരുന്നത് യൂറോപ്പിലാണ്. എന്നാൽ അവര് ഈ ഡാർക്ക് ഏജിനെ ലോകത്തെ മൊത്തമായിട്ട് അവർ പറയും. അന്ന് ലോകത്ത് വെളിച്ചം പ്രസരിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ അറബ് നാടുകളിൽ നിന്നാണ്. എല്ലാ ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടായത് 12-15 നൂറ്റാണ്ടുകളിലാണ് പിന്നീട് അതിന്റെ റിവൈവൽ ഉണ്ടായത് എന്നാണ് യൂറോപ്യൻ ചരിത്രകാരന്മാർ പറയാം. സെന്റ് തോമസ് അക്വിനാസ് എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് 1225 AD-യിലാണ് അദ്ദേഹം ജനിച്ചത്. അതേപോലെ നിക്കോളാസ് ഓസോം എന്ന് പറയുന്ന അദ്ദേഹം ജനിച്ചത് 1320. ഇവരൊക്കെയാണ് എക്കണോമിക് കോൺട്രിബ്യൂഷൻ പിന്നീട് നടത്തുന്നത്. മോഡേൺ എക്കണോമിക്, ഏൻഷ്യന്റ് എക്കണോമിക് തോട്ട് കഴിഞ്ഞാൽ പിന്നീട് എക്കണോമിക് തോട്ടില് പരിഗണിക്കപ്പെടുന്ന പേരുകൾ ഈ സെന്റ് തോമസ് അക്വിനാസും നിക്കോളാസ് ഓസോമാണ്. അതിനിടയിലുള്ള എക്കണോമിക് കോൺട്രിബ്യൂഷൻസിനെ ലോകം പരിഗണിക്കുന്നില്ല, മോഡേൺ എക്കണോമിക്സ് പരിഗണിക്കുന്നില്ല. അത് 1888 ജോസഫ് ഷുംപീറ്റർ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ഉണ്ട്. അദ്ദേഹം എഴുതിയ ഹിസ്റ്ററി ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത് ഇത് ഗ്രേറ്റ് ഗ്യാപ്പ് തിയറി എന്നാണ്. ഗ്രേറ്റ് ഗ്യാപ്പ് തിയറി എന്ന് പറഞ്ഞാൽ AD 6-ാം നൂറ്റാണ്ട് മുതൽക്ക് 11-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത്
ലോകത്ത് ഒരു എക്കണോമിക്സിൽ ഒരു തിങ്കിങ്സ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. സോ ഫാർ ആസ് അവർ സബ്ജക്ട് ഈസ് കൺസേൺഡ് വി മേ സേഫ്ലി ലീപ് ഓവർ 500 years ടു ദ എpoch ഓഫ് സെന്റ് തോമസ് അക്വിനാസ് എന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതിയതാണ്. ഇത് 19ാം നൂറ്റാണ്ടിൽ പബ്ലിഷ് ചെയ്ത ഒരു ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം അപ്പൊ ഇന്നും യൂണിവേഴ്സിറ്റികളിലൊക്കെ എക്കണോമിക് തോട്ട് പഠിപ്പിക്കുന്നുണ്ട്. എക്കണോമിക് ഹിസ്റ്ററി ഓഫ് എക്കണോമിക് തോട്ട് പണ്ട് 2500 BC മുതൽക്ക് ഇന്ന് വരെയുള്ള എക്കണോമിക് തോട്ട് പഠിക്കുന്നത്. നമ്മൾ ഏത് വെച്ചാൽ ഗാന്ധിജിയുടെ എക്കണോമിക് തോട്ട്, മാർക്സിന്റെ എക്കണോമിക് തോട്ട് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റികൾ. പക്ഷേ ഈ 5 നൂറ്റാണ്ടിലെ ഇസ്ലാമിക് ഫിലോസഫേഴ്സ് എക്കണോമിസ്റ്റുകൾക്ക് നൽകിയിട്ടുള്ള എക്കണോമിക് കോൺട്രിബ്യൂഷൻസിനെ പരിഗണിക്കുന്നേ ഇല്ല. അത് ഗ്രേറ്റ് ഗ്യാപ്പ് ആയിട്ടാണ് അവർ വിലയിരുത്തുന്നത്. നമ്മൾ ഇസ്ലാമിക് എക്കണോമിക് തോട്ട് എന്ന പേരിൽ വളരെ പ്രൗഡായി അനൗൺസ് ചെയ്യുന്ന, പ്രൗഡായി നമ്മൾ പറയുന്ന സംഗതി മോഡേൺ എക്കണോമിക്സിന്റെ ചിത്രത്തിൽ ഇല്ലാത്തതാണ് എന്നാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ during the 500 years nothing of any significance to economics was said or written or practiced. അഥവാ അതവിടെ കംപ്ലീറ്റ് ഇന്റലക്ച്വൽ പാരാലിസിസ് എന്ന് അതിനെ എഴുത്തുകാരന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോ പിന്നെ ഷുംപീറ്ററിന് ശേഷം ധാരാളം ആളുകൾ എക്കണോമിക് ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്, എക്കണോമിക്സിനെ കുറിച്ചുള്ള ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. അവരൊന്നും ഈ സംഗതി പരാമർശിക്കുന്നില്ല. ഷുംപീറ്റർ എന്താണോ പറഞ്ഞത് അത് തന്നെ ഫോളോ ചെയ്യുകയാണ് പിന്നീട് ചെയ്തത്. ഇതിനെ നമ്മൾ ഗ്രേറ്റ് ഗ്യാപ്പ് തിയറി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഇസ്ലാമിക് എക്കണോമിക് തോട്ട് എന്ന് മുതൽക്കാണ് നമ്മൾ അതിനെക്കുറിച്ച് ഫൈൻഡ് ചെയ്യുന്നത്, മോഡേൺ ടൈംസിൽ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നീട് 1964 വരെ വെസ്റ്റേൺ റൈറ്റേഴ്സ് അതിനെ തീരെ അംഗീകരിച്ചിരുന്നില്ല. 64 ശേഷമാണ് ചില വെസ്റ്റേൺ എഴുത്തുകാരെങ്കിലും അതിനെക്കുറിച്ച് പറയുവാനും എഴുതുവാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. എന്നിട്ടും എക്കണോമിക്സിന്റെ സിലബസിലൊന്നും ഇപ്പോഴും അത് ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബർട്രാൻഡ് റസ്സൽ ആണ് അതിനെക്കുറിച്ച് എഴുതിയ ഒരു പ്രധാനി. നമുക്കറിയാം ബർട്രാൻഡ് റസ്സൽ ആരാണെന്ന്. അദ്ദേഹം പറഞ്ഞത് എക്കണോമിക്സ് മാത്രമല്ല, സയൻസ്, ഫിലോസഫി, പോയട്രി, ആർട്സ് ആർ ഫ്ലറിഷ്ഡ് ഇൻ മുഹമ്മദൻ വേൾഡ് വെൻ യൂറോപ്യൻ വാസ് സങ്ക് ഇൻ ബാർബറിസം എന്ന് അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ട് അദ്ദേഹം എഴുതുന്നുണ്ടായി 1960-കളിൽ. അതേപോലെ തന്നെ സ്പെങ്ക്ലർ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്, അദ്ദേഹം ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സെന്റ് തോമസ് അക്വിനാസിന് ശേഷം, അല്ലെങ്കിൽ ഇബ്നു ഖൽദൂന്റെ കാലഘട്ടത്തെ കുറിച്ച്, ഇബ്നു ഖൽദൂന് മുമ്പുള്ള ഇസ്ലാമിക് സ്കോളേഴ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഒരു സർവേ നടത്തുന്നുണ്ടായി. അതിലാണ് അദ്ദേഹം ഇതിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ആദ്യമായിട്ട് ലോകത്ത് ഒരു വെസ്റ്റേൺ എക്കണോമിസ്റ്റ് എന്ന നിലയിൽ ആദ്യമായി പ്രതിപാദിച്ച അദ്ദേഹമാണ്. അങ്ങനെ മെനി സ്റ്റഡീസ് ആഫ്റ്റർ 1950s അല്ലെങ്കിൽ 1930s, കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ 1930-കൾക്ക് ശേഷം മാത്രമാണ് ഇസ്ലാമിക് എക്കണോമിക് തോട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ലോകത്ത് വളർന്നു വരുന്നതും അത് മോഡേൺ എക്കണോമിക്സിലേക്ക് ഉപയോഗപ്പെടുത്തപ്പെടുന്നതും. ഇനി എന്താണ് ഇസ്ലാമിക് എക്കണോമിക് തോട്ട്? ഇവിടുന്നാണ് നമ്മുടെ എക്കണോമിക് തോട്ട് എന്താണ്, ഇസ്ലാമിക് എക്കണോമിക് തോട്ടിന്റെ പീരീഡ് നമ്മൾ പറഞ്ഞു, അതിന്റെ ഗ്രേറ്റ് ഗ്യാപ്പ്, മോഡേൺ എക്കണോമിക്സിന്റെ അതിനോടുള്ള അവഗണന നമ്മൾ സൂചിപ്പിച്ചു. ഇനി ഇസ്ലാമിക് എക്കണോമിക് തോട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്തു? എക്കണോമിക് ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്നതാണ് എക്കണോമിക് തോട്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇസ്ലാമിക് പീരിയഡിൽ ഇസ്ലാമിക് റൂളിംഗ് നിലനിന്നിരുന്ന ഇസ്ലാമികമായ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ലോകം ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ അന്ന് ജീവിച്ച സ്കോളേഴ്സ് അഡ്രസ് ചെയ്ത അതിന്റെ വ്യാഖ്യാനങ്ങൾ, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ധാരാളം എക്കണോമിക് ഡിസ്കഷൻസ് ഉണ്ട് നമുക്കറിയാം. അതിനെ വിശുദ്ധ ഖുർആനെ അതിനെ കുറിച്ചുള്ള തഫ്സീറുകൾ എഴുതപ്പെട്ട വലിയ പണ്ഡിതന്മാർ അവര് എക്കണോമിക്സിനെ എങ്ങനെ സമീപിച്ചു. അതേപോലെ തന്നെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള പല സംഗതികളും സുന്നത്തിലും ഖുർആനിലൊക്കെ പറഞ്ഞിട്ടുള്ള മുഷാറക്ക പോലുള്ള സംഗതികളെ കുറിച്ചുള്ള ലീഗൽ ആസ്പെക്ട്സിനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളത് അതന്നെ നമ്മൾ ഫിഖ് എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ പണ്ഡിതന്മാർ, ഉലമാക്കള്, മദ്ഹബിന്റെ ഇമാമുകളൊക്കെ ഉണ്ടല്ലോ, മുജദ്ദിദീങ്ങളുണ്ട്, അവരൊക്കെ ഈ മോറൽ സിസ്റ്റം എന്ന നിലക്ക് എക്കണോമിക് ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള അവരുടെ പ്രതിപാദ്യങ്ങൾ, അവരുടെ റൈറ്റിംഗ്സ്. അതേപോലെ തന്നെ ഇസ്ലാമിക് ഗവൺമെന്റ് നിലനിന്നപ്പോൾ അവിടെ മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, ഫിനാൻഷ്യൽ മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ വ്യാപാര മേഖലയിലുള്ള മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഈ റൂളിംഗ് എന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന നിലക്ക് സാമ്പത്തിക രംഗത്ത് മാർക്കറ്റ് എങ്ങനെ നിയന്ത്രിക്കണം, മാർക്കറ്റിൽ വില എങ്ങനെ നിർണ്ണയിക്കണം
എന്നൊക്കെ അവർക്ക് അവിടെ ഫൈൻഡിങ്സ് കണ്ടെത്താം. അപ്പോൾ ആ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ, അവരെഴുതിയ ഗ്രന്ഥങ്ങൾ, അവര് അവിടെ പിന്നെ ഉപയോഗിച്ചിരുന്ന ബജറ്റിംഗ് രീതികൾ, ഇങ്ങനെയുള്ള 4 രീതിയിലാണ് നമുക്ക് ഇസ്ലാമിക് എക്കണോമിക് തോട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞു, ഒന്ന് തഫ്സീറാണ്, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമാണ്. രണ്ടാമത്തത് ഫിഖ് ആണ്, ഫിഖ് എന്ന് പറഞ്ഞാൽ ലീഗൽ റൂളിങ്സ് ആണ്. മൂന്നാമത്തത് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും അവരുടെ റൈറ്റിംഗ്സുമാണ്. മൂന്നാമത്തത് ഇസ്ലാമിക് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസിന്റെ റൈറ്റിംഗ്സും അവര് ഭരണകൂടത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച സംഗതികളുമാണ്. പിന്നെ വലിയ വലിയ സ്കോളേഴ്സ് ആയ ആളുകൾ, ഇബ്നു തൈമിയ പോലുള്ള, ഇബ്നു ഖൽദൂനെ പോലുള്ള ജയൻസ് എന്നാണ് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലെ ജയൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. അവര് ഇസ്ലാമിക ഭരണകൂടത്തിലെ എക്കണോമിക് ഡീലിങ്സിനെ ഒബ്ജക്റ്റീവ് അനാലിസിസ് നടത്തി, വിമർശനാത്മകമായും പോസിറ്റീവായിട്ടും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് പല സംഗതികളും പറയുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതും ഇസ്ലാമിക് എക്കണോമിക് തോട്ടിന്റെ ഭാഗമാണ്. ഇങ്ങനെയാണ് ഇസ്ലാമിക് എക്കണോമിക് തോട്ട്. അപ്പൊ അതില് പുസ്തകങ്ങൾ ഉണ്ടാവാം, അവരുടെ റൈറ്റിംഗ്സ് ഉണ്ടാവാം, വിശദീകരണങ്ങൾ ഉണ്ടാവാം, അവരുടെ നിരീക്ഷണങ്ങൾ ഉണ്ടാവാം, അവരുടെ പ്രായോഗിക രീതികൾ ഉണ്ടാവാം. ഇങ്ങനെ എല്ലാ കോൺട്രിബ്യൂഷൻസ് കൂടിയാണ് നമ്മൾ ഇസ്ലാമിക് എക്കണോമിക് തോട്ട് എന്ന പേരിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് സോഴ്സ് ഓഫ് ഇസ്ലാമിക് എക്കണോമിക് തോട്ട് പറയുമ്പോൾ അവര് തഫ്സീറൻ വിശുദ്ധ ഖുർആനാണ് ഒന്നാമത്തത്. വിശുദ്ധ ഖുർആനാണ് നമ്മുടെ പ്രാമാണിക ബേസ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനെതിരിൽ ഒരു പണ്ഡിതന്റെ അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. പിന്നെ വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്തതാണ് സുന്നത്തിൽ വരിക, നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. സുന്നത്ത് വിശുദ്ധ ഖുർആന്റെ വിശദീകരണം കൂടിയാണ്. ചിലത് ഖുർആനിൽ ഉണ്ടാവില്ല, സുന്നത്തിൽ ഉണ്ടാവും. അപ്പൊ മുവാറബ എന്നത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധ്യമല്ല പക്ഷെ അത് സുന്നത്തിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പിന്നെ സുന്നത്തിലുള്ള സംഗതികൾ വരും. അത് കഴിഞ്ഞാൽ ഇജ്മാ വരും, അത് പണ്ഡിതന്മാരുടെ അഭിപ്രായം വരും. അങ്ങനെ ഹൈറാർക്കിയലായിട്ട് ഈ രംഗത്ത് നിന്നൊക്കെ വരുന്ന അഭിപ്രായങ്ങളും സംഗതികളും ഒക്കെയാണ് എക്കണോമിക് റൂളിങ്സ് ആയിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മോഡേൺ എക്കണോമിക്സ് എമർജ് ചെയ്തത് 1776 ശേഷമാണ്. ഐഡൻ സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻസിനോട് കൂടിയാണ്. എക്കണോമിക് അനാലിസിസ് ഓഫ് മുസ്ലിം റൈറ്റേഴ്സ് ട്രേസ്ഡ് ബാക്ക് ടു മെനി സെഞ്ചുറീസ്. നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ എക്കണോമിക് തിയറീസിന്റെ പല എക്കണോമിക് തിയറിന്റെ സീഡ്സ് goes back to the observed in these writings of Islamic scholars. നമ്മൾ പറയുന്ന ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മോഡേൺ എക്കണോമിക്സിലെ പല തിയറികളുടെ ബേസ് നമുക്ക് തെരഞ്ഞു തന്നാല് ഇസ്ലാമിക് സ്കോളേഴ്സിന്റെ റൈറ്റിംഗ്സുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉഡോവിച്ച് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് എക്കണോമിക് തോട്ടിനെ കുറിച്ചുള്ള റൈറ്റർ, അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത്, some of the institutions, practices and concepts already fully developed in Islamic legal sources of late 8th century did not emerge in Europe until several centuries later. എന്ന് പറഞ്ഞാൽ 8ാം നൂറ്റാണ്ടിലോ 9ാം നൂറ്റാണ്ടിലോ ഒക്കെ ഇസ്ലാമിക ലോകത്ത് എഴുതപ്പെട്ട ഉപയോഗിക്കപ്പെട്ട പല കൺസെപ്റ്റുകളും 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിലും പോലും മോഡേൺ എക്കണോമിക്സിൽ എമർജ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. ഇതിൽ ചില മേഖലയെ കുറിച്ച് മാത്രം നമ്മൾ സൂചന നൽകുകയാണ് ഇന്നത്തെ പ്രസന്റേഷനിലൂടെ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്ന സംഗതിയാണ്. മനസ്സിലാക്കി അതിന്റെ ഹിൻസ് മാത്രം തന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുക. ഒന്നാമത് നമുക്ക് അറിയാം മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എല്ലാവരും എക്കണോമിക്സ് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. വ്യക്തി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റുമായി ബന്ധപ്പെട്ട എക്കണോമിക്സിനെയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് നമ്മൾ പറയുന്നത്. മൈക്രോ എക്കണോമിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ പ്രൈസ് ഡിറ്റർമിനേഷൻ ആണ്. പ്രധാനപ്പെട്ട ഏരിയ എല്ലാ പുസ്തകങ്ങളിലും വളരെ കൂടുതൽ ധാരാളം തിയറീസ് മൈക്രോ എക്കണോമിക്സിലുള്ളത് പ്രൈസ് ഡിറ്റർമിനേഷനെ കുറിച്ചാണ്. എക്കണോമിക്സ് പഠിക്കുന്നവരൊക്കെ വളരെ ദേഷ്യത്തോടു കൂടിയാണ് അതുകൊണ്ട് അതിനെ കുറിച്ച് ആലോചിക്കുന്നത് ചെയ്യാം. കാരണം ധാരാളം ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന ഈ മേഖലയെന്നായിരിക്കും. അപ്പോ മോഡേൺ എക്കണോമിക്സിൽ ഹൗ ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഈസ് ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ the forces of demand and supply is to be determined the price freely without interference of any forces. എന്ന് പറഞ്ഞാൽ ഡിമാൻഡും സപ്ലൈ ആണ് ഒരു സാധനത്തിന്റെ വില നിർണ്ണയിക്കേണ്ടത്. ഇതാണ് മോഡേൺ എക്കണോമിക്സ് പറയുന്നത്. അതിൽ ആരും ഇടപെടാൻ പാടില്ല, ഗവൺമെന്റ് ഇടപെടാൻ പാടില്ല, സ്വതന്ത്രമായി വില നിർണ്ണയിക്കപ്പെടണം. ഈ തിയറി
പിന്നെ മോഡേൺ എക്കണോമിക്സ് ഡെവലപ്പ് ചെയ്യുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ് പോലുള്ള ജയൻസ് ഓഫ് എക്കണോമിസ്റ്റുകൾ അതിനെക്കുറിച്ച് ധാരാളം എഴുതുകയും തിയറി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പല തിയറികളുണ്ട്. പക്ഷെ ഇത് ഇബ്നു തൈമിയ്യ ഇത് ഡിസ്കസ് ചെയ്തത് 10-ാം നൂറ്റാണ്ടിലാണ്. 10-ാം നൂറ്റാണ്ടില് എങ്ങനെയാണ് വില നിർണ്ണയിക്കേണ്ടത് എന്ന് ഇബ്നു തൈമിയ്യ ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹം അതിന് ഇക്വിവാലന്റ് പ്രൈസ്, ഇക്വിലിബ്രിയം പ്രൈസ് ഡിറ്റർമിനേഷൻ എന്ന് അദ്ദേഹം പറയുന്നു. അവിടെ വില നിർണ്ണയിക്കേണ്ടത് ഡിമാൻഡും സപ്ലൈയുമാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു സാധനത്തിന്റെ വില വർദ്ധിക്കാനുള്ള കാരണം എന്താണ് എന്ന് അദ്ദേഹം 2 കാരണങ്ങൾ പ്രധാനമായിട്ടും പറയുന്നു. ഒന്ന് ഷോർട്ടേജ് ഓഫ് സപ്ലൈ ആണ്. ഒരു സാധനത്തിന്റെ അവൈലബിലിറ്റി മാർക്കറ്റിൽ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വില കൂടും. നമുക്കറിയാം, അപ്പൊ ഉള്ളിക്ക് കൊല്ലത്തിൽ ഒരു തവണ വില കൂടാറുണ്ട്. അപ്പൊ ഉള്ളി ലഭ്യമല്ല, ഉള്ളി പിന്നെ സപ്ലൈ കുറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ അങ്ങനെ വില കൂടുകയാണെങ്കിൽ അത് പിന്നെ തടയാൻ വേണ്ടി ഗവൺമെന്റിന് വേണമെങ്കിൽ ഇടപെടാം. പക്ഷെ വില കൂടാനുള്ള കാരണം അതാണ്. അപ്പോൾ സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യും, താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇത് മോഡേൺ എക്കണോമിക്സ് പഠിക്കുക. അതേപോലെ തന്നെയാണ് ആളുകളുടെ ഇൻകം കൂടുമ്പോൾ, ജനങ്ങളുടെ ഇൻകം കൂടുന്ന നേരം കൺസംഷൻ കൂടും. കൺസംഷൻ കൂടുന്ന നേരം പ്രൈസ് കൂടാം. സപ്ലൈ കൂടാതെ ഡിമാൻഡ് മാത്രം കൂടിയാൽ പ്രൈസ് കൂടാം. ഇത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന പേരിൽ നമ്മുടെ എക്കണോമിക്സിന്റെ വിദ്യാർത്ഥികൾ പഠിക്കുന്നതാണ്. ഇത് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. അതേപോലെ തന്നെ ഇബ്നു തൈമിയ്യയുടെ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് നമ്മുടെ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. മാർക്കറ്റിൽ കോമ്പറ്റീഷൻ പെർമിസിബിൾ ആണ്, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ടോ? മാർക്കറ്റിൽ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നാണ് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ പറയുന്നത്. മാത്രമല്ല, മൊണോപ്പൊളി എന്ത് വില കൊടുത്തും തടയേണ്ടതാണ്. മൊണോപ്പൊളി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഇടപെടണം, ഗവൺമെന്റ് വില നിർണ്ണയിക്കുന്നിടത്ത് ഇടപെടണം എന്നതൊക്കെ ഇബ്നു തൈമിയ്യയുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇക്വിവാലന്റ് പ്രൈസ് ഡിറ്റർമിൻഡ് ഫ്രീലി വിത്തൗട്ട് ഇന്റർവെൻഷൻ ഇൻ കറപ്റ്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റില് എന്തെങ്കിലും കറപ്റ്റ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പൂഴ്ത്തിവെപ്പ് അല്ലെങ്കിൽ കൃത്രിമമായി വില കയറ്റാനുള്ള എന്തെങ്കിലും നടപടികൾ ഏതു ഭാഗത്തുനിന്നുണ്ടായാലും the government should interfere at that time. ഗവൺമെന്റ് അപ്പോൾ മാർക്കറ്റിൽ ഇടപെടണം എന്നത് ഇബ്നു തൈമിയ്യയുടെ കൺസെപ്റ്റാണ്. അപ്പോൾ ഇത് മാർക്കറ്റിൽ ഗവൺമെന്റ് ഇടപെടാവോ എന്ന ചോദ്യം മോഡേൺ എക്കണോമിക്സിൽ ചിന്തിച്ചു തുടങ്ങിയ 1930-കളിലെ ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷന് ശേഷം. വലിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുന്നത് വരെ മാക്രോ എക്കണോമിക് കൺസെപ്റ്റ് ലോകത്തില്ല. അതുവരെ മൈക്രോ എക്കണോമിക്സേ ഉള്ളൂ. മാക്രോ എക്കണോമിക് കൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്യുന്ന 1930-ന് ശേഷം ജെയിംസ് കെയ്ൻസ് എഴുതിയ ജനറൽ തിയറിയോട് കൂടിയാണ് ഗവൺമെന്റ് ഷുഡ് ഇന്റർഫിയർ ഇൻ ദ മാർക്കറ്റ് അറ്റ് നെസസറി ടൈംസ് എന്ന് കെയ്ൻസ് ആണ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. അതുവരെ ഗവൺമെന്റിന് മാർക്കറ്റിൽ ഇടപെടാൻ പാടില്ല എന്ന കൺസെപ്റ്റ് ആണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നത് എന്നാണ്. അപ്പൊ ഗവൺമെന്റ് ഇന്റർവെൻഷൻ നേരത്തെ തന്നെ ഇബ്നു തൈമിയ്യ നിർദ്ദേശിച്ചിരുന്നു. ഇബ്നു തൈമിയ്യ മാത്രമല്ല, ഞാൻ സൂചന നൽകിയാണ്, നമ്മുടെ പല സ്കോളേഴ്സും ഈ സംഗതി പരാമർശിക്കേണ്ടത്. രണ്ടാമത് ഞാൻ സൂചന നൽകുന്നത് മോണിറ്ററി എക്കണോമിക്സ്. മോണിറ്ററി എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ പണവുമായി ബന്ധപ്പെട്ട എക്കണോമിക്സ് ആണ്. മണി സപ്ലൈ, വാല്യൂ, ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് മണി, ഇൻഫ്ലേഷൻ, ഇതൊക്കെ അതിൽ വരുന്ന സംഗതിയാണ്. അപ്പോൾ ഒരു എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് മോണിറ്ററി എക്കണോമിക്സ്. പണം എന്ന് പറയുന്നത് പ്രധാനമാണ്. നമ്മൾ ഇമാം ഗസാലി അദ്ദേഹം ജീവിച്ചത് 11-ാം നൂറ്റാണ്ടിലാണ്. He discussed the difficulties of barter system. ആഡം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻസിലാണ് മോഡേൺ എക്കണോമിക്സ് ആദ്യമായി ബാർട്ടർ സിസ്റ്റത്തിന്റെ ഡിഫിക്കൽട്ടി ചർച്ച ചെയ്തത്. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പണമില്ലാത്ത അവസ്ഥ. പണത്തിന് മുമ്പ് സാധനങ്ങൾ കൈമാറിയിരുന്നു. അതിന്റെ ഡിഫിക്കൽട്ടിയിൽ നിന്നാണ് ഇൻവെൻഷൻ ഓഫ് മണി ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ പണം ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതിന് ആദ്യം അദ്ദേഹം പറഞ്ഞത് ഡിഫിക്കൽട്ടീസ് ഓഫ് ബാർട്ടർ സിസ്റ്റം. അദ്ദേഹം പണത്തിന് 2 ഫങ്ഷൻസ് ആണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂ. ഇപ്പൊ മോഡേൺ എക്കണോമിക്സിൽ 4 ഫങ്ഷൻസ് ആണ് പഠിക്കുക. സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ് കൂടി അതിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, പണത്തിന് പ്രധാനപ്പെട്ട 2 ഫങ്ഷൻസ് ആണുള്ളത്. ഇമാം ഗസാലിയെ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാവും എന്തുകൊണ്ടാണ് പലിശ നിരോധിച്ചത്. നമ്മൾ പറയും വിശുദ്ധ ഖുർആൻ നിരോധിച്ചത് കൊണ്ട് നമ്മൾ പറയുന്ന ഒന്നല്ല. ഗസാലി പറയുന്നത് പണത്തിന്റെ ധർമ്മങ്ങൾ 2 ആണ്. ഒന്ന് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്, 2 സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂ ആണ്.
പണത്തിനെ ഈ ധർമ്മങ്ങളിൽ നിന്ന് മനുഷ്യൻ മാറ്റി നിർത്തുകയും പണത്തിന് പകരം പണം കൈമാറ്റം ചെയ്യാൻ തുടങ്ങുകയും ചെയ്താൽ അതാണ് പലിശ. പണം കൊടുത്തിട്ട് കൂടുതൽ പണം വാങ്ങുന്നതാണ് പലിശ. അത് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ നൽകുന്നത്. അപ്പോ പണത്തിന്റെ ധർമ്മം നിർവഹിക്കാൻ അനുവദിക്കാതിരുന്നാൽ ഏതൊരു പോലെയെന്ന് അദ്ദേഹം പറയുന്നത് ഒരു ഭരണാധികാരിയുടെ ദൗത്യം ഭരിക്കുക എന്നുള്ളതാണ്. ഭരണാധികാരിയെ ഒരാള് തടവിലിട്ടാൽ എന്താ സംഭവിക്കുക? ക്യാപ്റ്റീവ് റൂളർ. അപ്പോ അതേപോലെയാണ് പണത്തിന്റെ ധർമ്മം നിർവഹിക്കാൻ സാധിക്കാതെ വരുന്നത്. അപ്പോ ഒരു പലിശാധിഷ്ഠിത സമ്പ്രദായം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പണത്തിന്റെ ധർമ്മം നിർവഹിക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡിസ്റപ്റ്റ് ചെയ്താൽ, അഥവാ പണം പൂഴ്ത്തി വെക്കുക, പണത്തിന് പകരം പണം കൈമാറ്റം ചെയ്യുക, ഇതൊക്കെ സംഭവിച്ചാൽ എക്കണോമിക്കലി അതിന്റെ കോൺസിക്വൻസ് ഉണ്ടാവും. പണത്തിന്റെ ധർമ്മം നിർവഹിക്കാതെ വരും എന്നാണ് അദ്ദേഹം അതിന് വളരെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ വളരെ സൂചന മാത്രമാണ് നൽകുന്നത്. ഗസാലിയുടെ മോണിറ്ററി കോൺട്രിബ്യൂഷൻസ് തന്നെ നമുക്കൊരു ഗ്രന്ഥങ്ങൾ എഴുതാൻ മാത്രം ഉള്ള അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് നമുക്ക് ഇഹ്യാ ഉലൂമുദ്ദീനിൽ ലഭ്യമാണ്. അതേപോലെ അൽ മഖ്രിസി എന്ന് പറയുന്ന നമ്മുടെ ഒരു പണ്ഡിതൻ 1441 അദ്ദേഹം മരിച്ചത്. അദ്ദേഹം ഡിസ്കസ് ചെയ്ത ഒരു നിയമമുണ്ട്, ബാഡ് മണി ഡ്രൈവ് ഔട്ട് ഗുഡ് മണി ഫ്രം സർക്കുലേഷൻ എന്നാണ്. ഇത് മോഡേൺ എക്കണോമിക്സിൽ ഈ തിയറി അറിയപ്പെടുന്ന ഗ്രഷാംസ് ലോ എന്നാണ്. തോമസ് ഗ്രഷാം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതുന്നത് 1857 അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ തിയറി ലോകത്ത് അറിയപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഒരു രാജ്യത്ത് രണ്ട് രീതിയിലുള്ള പണം ഉണ്ടെന്ന് ചോദിക്കും. രണ്ട് രീതിയിലുള്ള പണം, ഉദാഹരണം ഗോൾഡ് കോയിനും ഉണ്ട്, സിൽവർ കോയിനും ഉണ്ട്. അപ്പോ ഗോൾഡ് കോയിനാണ് സുപ്പീരിയോറിറ്റി ഉണ്ടാവുക, സിൽവർ കോയിൻ ആയിരിക്കില്ല. അപ്പൊ ആളുകള് അല്ലെങ്കിൽ ഒരു പണത്തിന് ഇൻട്രിൻസിക് വാല്യൂ കൂടുതലാണെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു പണത്തിന് സ്വാഭാവികമായിട്ട് ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ പണം അവർ സേവ് ചെയ്യും, അല്ലെങ്കിൽ അവർ ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ അത് അവർ വാങ്ങി മറിച്ചു വിൽക്കും. ഏതുപോലെന്ന് വെച്ചാല് നമ്മുടെ നാട്ടിൽ കുറെ മുമ്പ്, ഇപ്പോഴത്തെ തലമുറക്ക് അറിയണ്ടാവില്ല, മുന്നിലിരിക്കുന്നവർക്ക് ഓർമ്മ ഉണ്ടാവും, പിന്നെ 1 രൂപ കോയിനില് പിന്നെ നമുക്ക് 1 രൂപ വിറ്റാല് 1 രൂപയേക്കാൾ പൈസ കിട്ടുന്ന കോയിൻസ് ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ കാണാനില്ലല്ലോ, ആളുകളൊക്കെ വിറ്റുപോയി. 20 പൈസ ഉണ്ടായിരുന്നു മുമ്പ്. 20 പൈസ മഞ്ഞ നിറമുള്ള, ഓർമ്മ ഉണ്ടായിരുന്നു. ഈ മഞ്ഞ നിറമുള്ള 20 പൈസ ചെമ്പിന്റെ പിച്ചളയുടെ അംശം ഉണ്ടായിരുന്നു. 20 പൈസ ആയിരുന്നു നിരോധിച്ചല്ല, ആ പൈസ ഒക്കെ ആളുകൾ വാങ്ങി വിറ്റുപോയി. അത് വിറ്റാ കൂടുതൽ പൈസ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ കൂടുതൽ വാല്യൂ ഉള്ള മണി പിന്നെ ഒരു രാജ്യത്ത് ഉണ്ടായാൽ അത് പിന്നെ ബാഡ് മണിയെ കൊണ്ട് അതിനെ സർക്കുലേഷൻ ഔട്ടാക്കും. ഇത് പിന്നെ ഇദ്ദേഹത്തിന്റെ കാലത്ത്, മഖ്രിസിയുടെ കാലത്ത് ഈജിപ്തിൽ അദ്ദേഹം പിന്നെ കണ്ടുവെന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഒരു ലോകത്തൊരിക്കലും ഒരു രാജ്യത്തൊരിക്കലും രണ്ട് രീതിയിലുള്ള പണം ഉണ്ടാവാൻ പാടില്ല. പണത്തിന്റെ മൂല്യം ഒന്നായിരിക്കണം എന്നാണ് അതിനോട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഗ്രഷാംസ് ലോ എന്ന് പറയുന്ന മോഡേൺ എക്കണോമിക്സിലെ വളരെ പ്രമാദമായ ഈ ലോ ആദ്യമായി പ്രതിപാദിച്ചത് മഖ്രിസിയാണ് എന്നാണ് പറഞ്ഞു വന്നതിന്റെ അർത്ഥം. അപ്പൊ അതേപോലെ അദ്ദേഹം പിന്നെ വേറൊന്ന് പറയുന്നത്, ഇൻക്രീസ് ഇൻ മണി സപ്ലൈ ലീഡ്സ് ടു റൈസ് ഇൻ പ്രൈസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന പേരിൽ ക്ലാസിക്കൽ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. ഒരു രാജ്യത്ത് പണത്തിന്റെ സപ്ലൈ കൂടിയാൽ സ്വാഭാവികമായിട്ട് ഇൻഫ്ലേഷൻ കൂടും. നമുക്കറിയാം, ഇന്നിപ്പോ റിസർവ് ബാങ്ക് റീപ്പോ റേറ്റും റിവേഴ്സ് റീപ്പോ റേറ്റും വെച്ചിട്ട് പണത്തിന്റെ സപ്ലൈ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തിനാണെന്ന് വെച്ചാൽ അത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഫ്ലേഷന് കൂടുന്നേരം റീപ്പോ റേറ്റ് കുറയ്ക്കുകയാണോ കൂട്ടുകയാണോ ചെയ്യാം, റീപ്പോ റേറ്റ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് കൂട്ടും. പലിശ നിരക്ക് കൂട്ടിയാൽ മാർക്കറ്റിൽ മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കുറയുന്ന നേരം ഇൻഫ്ലേഷൻ കുറയും. ഇതാണ് അതിന്റെ ലക്ഷ്യം. ഇതാണ് പിന്നെ നമ്മൾ ഇൻഫ്ലേഷനും മണി സപ്ലൈയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഉണ്ട്. പിന്നെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഇൻട്രസ്റ്റ് വെച്ചിട്ട് അത് തന്നെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ എക്കണോമിയിൽ എന്തുകൊണ്ട് ഇൻഫ്ലേഷൻ സീറോയിലെത്തുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ പ്രധാന ഉത്തരം ഇൻഫ്ലേഷൻ ഒരു ഇൻട്രസ്റ്റ് ബേസ്ഡ് സിസ്റ്റത്തിന്റെ ഒരു റിസൾട്ട് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉള്ളിടത്തോളം കാലം പണത്തിന്റെ സപ്ലൈ ഇങ്ങനെ നമ്മൾ അറിയാതെ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഇൻഫ്ലേഷനും നിലനിന്നുകൊണ്ടിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ ഇതിനെ കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചത് ഇസ്ലാമിക് പിന്നെ അൽ മഖ്രിസിയാണ്, അദ്ദേഹത്തിന്റെ എഴുത്തിലാണ് എന്നാണ്. അതേപോലെ അദ്ദേഹം ഈ ഇൻഫ്ലേഷൻ ഇല്ലാതിരിക്കാൻ
പ്രധാനപ്പെട്ടത് ഗോൾഡ് സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യണം. ഇസ്ലാമിക് എക്കണോമിസ്റ്റുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പണം ഗോൾഡ് സ്റ്റാൻഡേർഡ് ആവണം എന്നുള്ളതാണ്. നമുക്കിപ്പോ ഗോൾഡ് സ്റ്റാൻഡേർഡും ഇല്ല, സിൽവർ സ്റ്റാൻഡേർഡും ഇല്ല, ഒന്നുമില്ല, വെറും പേപ്പർ കറൻസി മാത്രമായി. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോഴും പണത്തിനെ കൊണ്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉത്ഭവിക്കപ്പെടുന്നത്. അപ്പോ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഒരു എക്കോണമിയിൽ അല്ലെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥയിൽ തിരിച്ചു വന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുള്ളൂ. അത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ മക്കിരീസി ചൂണ്ടിക്കാണി. അതേപോലെ തന്നെ പ്രൊഹിബിഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഇൻഫ്ലേഷൻ ആൻഡ് മണി സപ്ലൈ, ഇതിനെ കുറിച്ചും അദ്ദേഹം അതിൽ എഴുതുന്നുണ്ട്. അപ്പൊ മോണിറ്ററി എക്കണോമിക്സിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന സംഗതികളൊക്കെ മിക്കവാറും ഇസ്ലാമിക് എക്കണോമിക്സിന്റെ റൈറ്റിംഗ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് മേഖല പബ്ലിക് ഫിനാൻസ് ആണ്. പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെപ്റ്റ്, ബജറ്റ്, ഈ മേഖലക്കാണ് എക്കണോമിക്സിൽ പബ്ലിക് ഫിനാൻസ് എന്ന് നമ്മൾ പറയുന്നത്. പബ്ലിക് ഫിനാൻസ്, പൊതുധനകാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ ഇസ്ലാമിക് എക്കണോമിക് തോട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് സീഡ് വരുന്ന തന്നെ അന്നത്തെ ഭരണാധികാരികളിൽ നിന്നാണ്. അന്നത്തെ 1000-ഓളം വർഷം പിന്നെ ഇസ്ലാമിക് ഭരണം ലോകത്ത് ഏതാണ്ട് നിലനിന്നിട്ടുണ്ട് നമുക്ക് സാധിക്കും. അപ്പോ അന്ന് തന്നെ ഈ റൈറ്റിംഗ്സിൽ നമുക്ക് പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെപ്റ്റിനെ കുറിച്ചൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. കിതാബുൽ ഹറാജ് എന്ന പേരിൽ ലോകത്ത് ഇസ്ലാമിക് വേൾഡിൽ ഏതാണ്ട് 21 വർക്ക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നാണ്. 21 വർക്ക്. നമ്മളിപ്പോ കിതാബുൽ ഹറാജ് എന്ന് സെർച്ച് ചെയ്താൽ അബൂ യൂസുഫിന്റെ കിതാബുൽ ഹറാജ് ആണ് മിക്കവാറും നമുക്ക് കാണാം. ഇന്ന് അവൈലബിൾ ആണ് അബൂ യൂസുഫിന്റെ കിതാബുൽ ഹറാജ്. AD 731 മുതൽ 798 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. അബൂ യൂസുഫ് ബഗ്ദാദിലെ ഇസ്ലാമിക ഭരണകൂടത്തിലെ മിനിസ്റ്റർ ആയിരുന്നു. അന്ന് അദ്ദേഹത്തോട് ഭരണാധികാരി ആവശ്യപ്പെട്ട ദ്വാരം എങ്ങനെയാണ് ഈ ഭരണകൂടത്തിന്റെ സാമ്പത്തിക വിനിമയങ്ങൾ എന്നതിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് കിതാബുൽ ഹറാജ്. അതേപോലെ കിതാബുൽ ഹറാജ് എന്ന അതേ പേരിൽ യഹ്യാ ബിൻ ആദം എന്ന് പറയുന്ന അദ്ദേഹം 818 മരിച്ചത്. ഖുദ്ദാമ ബിൻ ജാഫറിന്റെ കിതാബുൽ ഹറാജ് ഉണ്ട്, അദ്ദേഹം 948 മരിച്ചത്. ഇതേപോലെ ധാരാളം ബുക്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ 3 ബുക്സ് അവൈലബിൾ ഉള്ളൂ കിതാബുൽ ഹറാജ് എന്ന പേരിൽ. പിന്നെ കിതാബുൽ അംഫാൽ എന്ന പേരിൽ അബൂ ഉബൈദ് എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥം, അദ്ദേഹം 138 മരിച്ചത്. അൽ അഹ്കാമുൽ സുൽത്താനിയ എന്ന പേരിൽ മാവർദി എഴുതിയ പുസ്തകം 1058 അദ്ദേഹം മരിച്ചത്. ഇതൊക്കെ പബ്ലിക് ഫിനാൻസിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ആണ്. ഹറാജ് എന്ന് പറഞ്ഞാല് ലാൻഡ് ടാക്സിനെ കുറിച്ചാണ് ഇസ്ലാമിക് ലിറ്ററേച്ചറിൽ നമ്മൾ ഹറാജ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ അക്കാലത്തെ പ്രധാനപ്പെട്ട ടാക്സ് ലാൻഡ് ടാക്സ് ആണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇന്നത്തെ അത്ര ഇല്ലാത്തൊരു കാലത്താണ്. അപ്പോൾ ഈ ബുക്കുകളൊക്കെ പ്രധാനമായും ഡിസ്കസ് ചെയ്ത് ടാക്സേഷന്റെ ഇമ്പാക്ട്സ് ഓൺ സൊസൈറ്റി, അതേപോലെ തന്നെ ഹൗ ഇറ്റ് അഫക്ട്സ് ഓൺ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ ഹെഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ എങ്ങനെയായിരിക്കണം, പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ നമ്മൾ പറയും, ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലെന്ന് പറയും. മോഡേൺ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം എടുത്തു നോക്കി, അതിലൊക്കെ ഇതൊക്കെയാണ് നമുക്ക് പ്രതിപാദിപ്പിക്കുന്നത്. സോഴ്സസ് ഓഫ് ഗവൺമെന്റ് റവന്യൂ, ബജറ്റിംഗ്, ടൈപ്സ് ഓഫ് ബജറ്റ്, അതേപോലെ തന്നെ ഹെഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ, പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഇമ്പാക്ട് ഓഫ് ടാക്സേഷൻ, കാനൺസ് ഓഫ് ടാക്സേഷൻ എന്നൊക്കെ വലിയ പുസ്തകത്തില് മോഡേൺ എക്കണോമിക്സ് പ്രതിപാദിച്ചത് കാണാം. ഇതെല്ലാം വന്നിട്ടുള്ളത് ഈ അബൂ യൂസുഫിന്റെ മെയിൻലി കിതാബുൽ ഹറാജിൽ നിന്നും ഈ പറയപ്പെട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ് എന്ന് കാണാൻ സാധിക്കും. ചെറിയ ചില സംഗതികൾ മാത്രം പറയാം. അതിൽ അബൂ യൂസുഫിന്റെ കൺസെപ്റ്റിൽ ഏറ്റവും പ്രധാനമാണ് പ്രൊപ്പോർഷണൽ ടാക്സ് ഓൺ അഗ്രികൾച്ചർ ഇൻസ്റ്റെഡ് ഓഫ് ഫിക്സഡ് ലെവി ഓൺ ലാൻഡ്. അതുവരെ ചില ഭരണാധികാരികൾ ഫിക്സഡ് ലെവി ഓൺ ലാൻഡ് എന്ന് പറഞ്ഞാൽ ലാൻഡില് പ്രൊഡ്യൂസ് ചെയ്ത് എത്ര ഉൽപാദനം നടത്തിയാലും ഒരു നിശ്ചിത എമൗണ്ട് ടാക്സ് വാങ്ങിയാൽ മതി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് മാറ്റി പ്രൊപ്പോർഷണൽ ടാക്സ് ആക്കണം എന്ന് നിർദ്ദേശിച്ചത് അബൂ യൂസുഫാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം അത് ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഉൽപാദനം വർദ്ധിക്കാൻ കാരണമാവും. അതേപോലെ തന്നെ അങ്ങനെ വർദ്ധിച്ചാൽ അതേപോലെ തന്നെ ടാക്സ് റവന്യൂ വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന റവന്യൂ കൂടും എന്നതാണ് അദ്ദേഹത്തിന്റെ ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് കൊടുത്തത്. പിന്നെ അതേപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ലൈക്ക് ഇറിഗേഷൻ, ബ്രിഡ്ജസ് എക്സെട്ര ഇൻ മോറൽ കോഡ് ഓഫ് ബിഹേവിയർ ഇൻ എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ഇംപ്ലിമെന്റഡ് എന്ന് പറഞ്ഞാല് നമ്മൾ ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങിന് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു.
അതിനൊക്കെ മോറൽ കോഡ് ഓഫ് കോണ്ടക്ട് അദ്ദേഹം അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അബു യൂസുഫാണ് പിന്നെ സോഴ്സസ് ഓഫ് റവന്യൂ ഓഫ് ഇസ്ലാമിക് ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് വളരെ വിശദമായി 12 ഇനം സോഴ്സ് ഓഫ് റവന്യൂ അദ്ദേഹം പറയുന്നുണ്ട്. ടാക്സ് മാത്രമല്ല, സക്കാത്ത്, ഫൈവ്, ജിസിയ തുടങ്ങിയ കുറെ സംഗതികൾ അദ്ദേഹം അതിൽ എക്സ്പ്ലെയിൻ ചെയ്തു. മറ്റൊന്ന് മാവർദി എന്ന് പറയുന്ന ഒരു സ്കോളർ, അദ്ദേഹം കൺസിഡർ എബിലിറ്റി ടു പേ ടാക്സ്. എബിലിറ്റി ടു പേ ടാക്സ് എന്നാൽ ഒരു ആൾക്ക് ടാക്സ് പേ ചെയ്യാൻ അദ്ദേഹത്തെ ക്വാളിഫൈ ചെയ്യുന്നത് എന്താണ്? ഒന്ന് ക്വാളിറ്റി ഓഫ് ലാൻഡ് ആണ് അദ്ദേഹം പറയുന്നത്, നേച്ചർ ഓഫ് ക്രോപ്സ് പരിഗണിക്കണം, മെത്തേഡ് ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡ് ടാക്സ് നിർണ്ണയിക്കുന്ന നേരം ചിലത് ഇറിഗേറ്റഡ് ലാൻഡ് ആയിരിക്കും, ആളുകൾ വെള്ളം മോട്ടോർ ഉപയോഗിച്ചൊക്കെ നനച്ചിട്ടുണ്ടാക്കുന്നതായിരിക്കും, ചിലത് നാച്ചുറലി കൃഷി ചെയ്യുന്നതായിരിക്കും. രണ്ടിനും രണ്ട് രീതിയിൽ ടാക്സ് ചുമത്തണം എന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ്. അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നോക്കിയിട്ടാണ് ടാക്സ് ചുമത്തേണ്ടത് എന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഇതും നമ്മൾ മോഡേൺ എക്കണോമിക്സിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ അബൂബക്കർ അൽ തുർക്കുസി അദ്ദേഹം പറയുന്നത് ടാക്സ് ഷുഡ് ബി ഇമ്പോസ്ഡ് ഓൺലി ഓൺ സർപ്ലസ് ഇൻകം ആഫ്റ്റർ മീറ്റിംഗ് ബേസിക് നീഡ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ്. എന്ന് പറഞ്ഞാല് ബേസിക് നീഡ്സ് മീറ്റ് ചെയ്ത് ബാക്കി പൈസ ഉണ്ടെങ്കിലേ ടാക്സ് ഒരാൾക്ക് ചുമത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞാല് മിനിമം ടാക്സബിൾ ഇൻകം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇന്നിപ്പോ നമ്മുടെ ഇൻകം ടാക്സിലൊക്കെ മിനിമം ടാക്സബിൾ ഇൻകം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസെപ്റ്റ് ആണ് അദ്ദേഹം അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ഒരാളുടെ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്തതിന്റെ ബാക്കി മാത്രം ഉണ്ടെങ്കിൽ മാത്രം ഒരാൾ ടാക്സ് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അയാൾ ടാക്സ് ചുമത്താൻ പാടുള്ളൂ എന്നാണ്. പിന്നെ അൽ മക്രീസി അദ്ദേഹത്തിന്റെ ഇൻസിഡൻസ് ഓഫ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് ചുമത്തിയാൽ ഒരു വ്യക്തിക്ക് മേലിൽ ടാക്സ് കൊടുത്തിയാൽ അതിന്റെ ഇമ്പാക്ട് എന്താണ്, അതാണ് ഇൻസിഡൻസ്. അതേപോലെ തന്നെ ഈ ഇൻസിഡൻസ് എങ്ങനെയാണ് കൺസ്യൂമേഴ്സിനെ പ്രൊഡ്യൂസേഴ്സ് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നതൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബജറ്റിംഗ് എങ്ങനെയായിരിക്കണം, ബജറ്റ് പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, അതിന്റെയൊക്കെ പ്രിൻസിപ്പിൾസ് മക്രീസി അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ എഴുതുന്നുണ്ട്. ഇബ്നു ഖൽദൂൻ അദ്ദേഹം നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് ടാക്സേഷൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അഥവാ ടാക്സ് കൂടിയാൽ ഇറ്റ് ലീഡ് ടു ഡിക്ലൈൻ ഇൻ പ്രൊഡക്ഷൻ ആൻഡ് പോപ്പുലേഷൻ. ടാക്സ് കൂടിയാൽ ആളുകളെ പ്രൊഡക്ഷനെ കുറിച്ച് ഉൽപാദനം നടത്താനുള്ള താല്പര്യം കുറയുമെന്നാണ്. രണ്ടാമത്തത് പോപ്പുലേഷൻ കുറയുമെന്ന് അദ്ദേഹം പറയുന്നത് പീപ്പിൾ മേ മൈഗ്രേറ്റിംഗ് ഫ്രം അതർ ലാൻഡ്. അന്ന് മൈഗ്രേഷന് നിയന്ത്രണങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ആളുകള് ടാക്സ് കുറഞ്ഞ പ്രദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും, അതുകൊണ്ട് പോപ്പുലേഷൻ കുറയും. ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയില് പിന്നെ ടാക്സ് റേറ്റ് കൂടുതലായതുകൊണ്ട് വലിയ ഉൽപാദകരൊക്കെ, വലിയ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ പലപ്പോഴും ടാക്സ് കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് നടക്കുകയാണെങ്കിൽ ആളുകൾ പോപ്പുലേഷൻ കുറയാനൊക്കെ കാരണമാവും. അല്ലെ അതേപോലെ തന്നെ രാജ്യത്തിന്റെ മൊത്തം ടാക്സ് കുറയാനും അത് കാരണമാവും. ഇതാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ ഹൈ റേറ്റ് ഓഫ് ടാക്സ് ചുമത്തുന്ന നേരം ഇറ്റ് മേ ലീഡ് ടു ലെസ് റവന്യൂ. ഇത് നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് പോലും ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയാണ്. ടാക്സ് റേറ്റ് കുറച്ച് കൂടുതൽ ആളുകളെ ടാക്സ് പേയേഴ്സ് ആക്കി മാറ്റുക. ഇതാണ് ന്യൂ എക്കണോമിക് പോളിസിയിൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ്, ഇൻകം ടാക്സിന്റെ ഒക്കെ റേറ്റ് കുറച്ച് മോർ ടാക്സ് പേയേഴ്സിന് ഉണ്ടാക്കുക, അങ്ങനെ ഇൻകം ഫ്രം ടാക്സ് ഗവൺമെന്റിൽ വർദ്ധിപ്പിക്കുക. ഇത് ആദ്യമായി സജസ്റ്റ് ചെയ്ത ഇബ്നു ഖൽദൂനാണ്. അതേപോലെ തന്നെ ഡിമാൻഡ് മാനേജ്മെന്റ് പോളിസി ത്രൂ ലോവർ ടാക്സസ് ആൻഡ് ഹയർ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, അതേപോലെ ടാക്സേഷൻ പോളിസി ഡ്യൂറിംഗ് റിസഷൻ. ഇതൊക്കെ റിസഷനെ കുറിച്ചും ഡിപ്രഷനെ കുറിച്ചൊക്കെ എക്കണോമിക്സിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത ജെയിംസ് കെയ്ൻസ് ആണ്. 1930 76 ശേഷം. അപ്പോ ഇത് ഇബ്നു ഖൽദൂൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, റിസഷൻ ഉണ്ടാവാം. റിസഷൻ ഉണ്ടായാൽ നമ്മുടെ ടാക്സേഷൻ പോളിസി എങ്ങനെയാണ്. ഡിമാൻഡ് മാനേജ്മെന്റ് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡെഫിസിറ്റ് ഫിനാൻസിങ് ആണ്. ഡെഫിസിറ്റ് ഫിനാൻസിങ് നടത്തേണ്ട രീതി എങ്ങനെയാണ്, ഇതൊക്കെ കെയ്ൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് മോഡേൺ എക്കണോമിക്സിൽ, പക്ഷേ ഇബ്നു ഖൽദൂന്റെ സംഭാവനയാണത്. അതേപോലെ തന്നെ പോസിറ്റീവ് എഫക്ട്സ് ഓഫ് ടാക്സേഷൻ ഓൺ വർക്ക് ആൻഡ് എഫേർട്സ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോഡേൺ എക്കണോമിക്സിന് 1623 പബ്ലിഷ് ചെയ്ത വില്യം പെല്ലി എന്ന് പറയുന്ന എക്കണോമിക്സിന്റെ പുസ്തകമാണ് പബ്ലിക് ഫിനാൻസിലെ ആദ്യ ഗ്രന്ഥമായിട്ട് പരിഗണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനു മുമ്പാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ റൈറ്റിംഗ്സ് ഒക്കെ നടന്നിട്ടുള്ളത്. പിന്നെ ഗസാലി പബ്ലിക് ഡെപ്റ്റ് അനുവദിച്ചിട്ടുള്ള
സ്കോളറാണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് വായ്പ വാങ്ങാൻ പാടില്ല. ഇസ്ലാമിക് ഗവൺമെന്റ് നമുക്കറിയാം, ആദ്യ ഗവൺമെന്റുകളിൽ ടാക്സ് പോലും ഇല്ല. അവിടെ ഗവൺമെന്റിന് വഖഫും സക്കാത്തും ജിസിയയും മാത്രമേ വരുമാനമായിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യ ഗവൺമെന്റ്. പിന്നീടാണ് ടാക്സ് എന്ന് പറയുന്ന, ഗവൺമെന്റിന് സക്കാത്ത് കൊണ്ടും ഈ ഫൈവ് കൊണ്ടും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ടാക്സ് ഏർപ്പെടുത്താമെന്നത് പിന്നീട് സ്കോളേഴ്സ് അഭിപ്രായപ്പെട്ട് ഉണ്ടായ സംഗതിയാണ്. അതേസമയം ഈ ഗവൺമെന്റിന് കടം വാങ്ങാൻ പാടുണ്ടോ എന്നുള്ള ചർച്ച കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് നടക്കുന്നത്. എന്നാൽ 11ാം നൂറ്റാണ്ടിൽ ഗസാലി അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു. ഗവൺമെന്റിന് പണം ആവശ്യം തികയാതെ വന്നാൽ ഗവൺമെന്റ് കടം വാങ്ങാവുന്നതാണ് പൊതുജനങ്ങളിൽ. അതിനാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ കടം വാങ്ങുന്നത് അടുത്ത ഗവൺമെന്റുകൾ വീടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് അദ്ദേഹം അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോ അതേപോലെ ഗസാലിയുടെ മറ്റൊരു ഡിസ്കഷൻ പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സ് പോലെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റ് കൂട്ടണം എന്നതാണ് ഗസാലി ടാക്സിനെ കുറിച്ച് പറഞ്ഞത്. നേരത്തെ അബൂ യൂസുഫ് പറഞ്ഞത് പ്രൊപ്പോർഷണൽ ടാക്സ് ആണ്, എന്നാൽ ഗസാലി പറയുന്നത് പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ്. അതേപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ എങ്ങനെയാവണം എന്നതിനെ കുറിച്ചുള്ള ഗൈഡൻസ് ഇമാം ഗസാലി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെയൊക്കെ പരിഗണിക്കുക ജസ്റ്റിസ്, ഡെവലപ്മെന്റ്, സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി അതൊക്കെ പരിഗണിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് പ്രഥമ പരിഗണന കൊടുക്കണം എന്നതൊക്കെ ഗസാലി അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ പരാമർശിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന് റോൾ ഓഫ് ദി സ്റ്റേറ്റ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ലോകത്ത് ചർച്ച നടക്കുന്ന ഒന്ന് സ്വതന്ത്രമായ ഗവൺമെന്റ്. ഗവൺമെന്റ് ഷുഡ് നോട്ട് ഇന്റർഫിയർ ഇൻ എക്കണോമിക് അഫയേഴ്സ്. അതിന് ക്ലാസിക്കൽ എക്കണോമിക്സ് ലേസസ് ഫെയർ കൺസെപ്റ്റ് എന്നാണ് പറയുക. എന്നാൽ ഗവൺമെന്റ് പൂർണ്ണമായി ഇടപെടുന്ന സ്റ്റേറ്റ്, അതാണ് നമ്മൾ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത്. ഈ രണ്ടിനിടയിലുള്ളതാണ് ഗവൺമെന്റ് മേ ഇന്റർഫിയർ അറ്റ് നെസസറി ടൈംസ്. അതിന് നമ്മൾ മിക്സഡ് എക്കോണമി എന്ന് പറയും. ഇസ്ലാമിക് എക്കണോമിസ്റ്റുകൾ ഒരേ സമയം സ്വതന്ത്രമായ എക്കോണമിയാണ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് അറ്റ് നെസസറി ടൈംസ് ഗവൺമെന്റ് ഷുഡ് ബി ഇന്റർഫിയർ എന്ന കെയ്ൻസിന്റെ കൺസെപ്റ്റ് ആണ് ഇസ്ലാമിക് എക്കണോമിസ്റ്റുകൾ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം. ഇബ്നുൽ ഖയ്യിം അതേപോലെ തന്നെ ഇബ്നു തൈമിയ റെക്കഗ്നൈസ് പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് ഫ്രീഡം ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി വിത്തിൻ ദ നോർംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഇസ്ലാം. ബട്ട് അറ്റ് നെസസറി ടൈംസ് ഗവൺമെന്റ് ഷുഡ് കർട്ടൈൽ ദീസ് ഫ്രീഡം. അനിവാര്യമായ സന്ദർഭത്തിൽ ഈ സ്വാതന്ത്ര്യത്തിൽ ഗവൺമെന്റിന് ഇടപെടാം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എത്ര വേണമെങ്കിലും പണം ഉണ്ടാക്കാം, അനുവദനീയമായ മാർഗത്തിൽ എത്ര ബിസിനസ്സും ചെയ്യാം, എത്ര വരുമാനം ഉണ്ടാക്കാം, എത്ര ലാഭം എടുത്ത ആളുകൾക്ക് വിൽക്കാം, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഒരാള് കൊള്ള ലാഭം ഉണ്ടാക്കുന്നു, അപ്പൊ അയാളെ വിലക്കാൻ, അയാൾ ഇതിൽ ഇടപെടാൻ ഗവൺമെന്റിന് സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ നെസസറി ഗുഡ്സ് വില കൂട്ടി വിൽക്കുന്നു, ആളുകൾ ബുദ്ധിമുട്ടുന്നു, അപ്പൊ ഗവൺമെന്റിന് ആവശ്യമുള്ള ഇടപെടാം, ഗവൺമെന്റ് ഇടപെടണം എന്നാണ്. അതേപോലെ ഗവൺമെന്റ് ഇടപെടുന്നതിന് എക്കണോമിസ്റ്റുകൾ, ഇസ്ലാമിക് സ്കോളേഴ്സ് പ്രതിപാദിക്കും ഹിസ്ബ എന്നാണ്, അക്കൗണ്ടന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. അതില് അന്നത്തെ ഈ ഡിപ്പാർട്ട്മെന്റ് അബൂ യൂസുഫിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് അതാ കാണാം, ഹിസ്ബ എന്നാണ് കാണാം. അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇന്നത്തെ ഗവൺമെന്റിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് പ്രൊഡക്റ്റ്, ബാൻ ഓഫ് ഹാർംഫുൾ ഗുഡ്സ്, ലിമിറ്റിംഗ് വർക്കിംഗ് അവേഴ്സ്, ഫിക്സേഷൻ ഓഫ് മിനിമം വേജ്, പ്രിവെന്റ് ഹോർഡിംഗ്, ചെക്ക് പൊല്യൂഷൻ, ഇതൊക്കെ ഫങ്ഷൻസ് ഓഫ് ഹിസ്ബ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഗവൺമെന്റിലുള്ള എല്ലാ നിയന്ത്രിത ഫങ്ഷൻസും ഈ ഹിസ്ബ ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഡിഫറന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇബ്നു ഹസം എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് സ്കോളർ assuring the basic needs are the duty of the government. എന്ന് പറഞ്ഞാൽ ഇത് മോഡേൺ എക്കണോമിക്സ് അടുത്ത കാലത്ത് മാത്രം ചർച്ച ചെയ്യാൻ തുടങ്ങിയാണ്. ഗവൺമെന്റിന്റെ ഡ്യൂട്ടി എന്താണ്? നേരത്തെ 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലൊക്കെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഡിഫൻസും പോലീസും മാത്രമാണ് നോക്കേണ്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അവര് സെക്യൂരിറ്റി മാത്രം നോക്കിയാൽ മതി. എക്കണോമിക് മേഖലയിൽ ഗവൺമെന്റ് ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നേരത്തെ എക്കണോമിക്സിലുള്ളത്. എന്നാൽ ഇബ്നു ഹസം 14ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് ജനങ്ങളെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജനങ്ങളുടെ ബേസിക് നെസസിറ്റീസ് ഉറപ്പുവരുത്തുക. അതൊക്കെ ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഗവൺമെന്റിന് അതിന് സക്കാത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ടാക്സ് ചുമത്താം, ഇൻകം കണ്ടെത്താം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഇബ്നു തൈമിയയും പോവർട്ടി ഇറാഡിക്കേഷനെ കുറിച്ച് നമ്മൾ പറയും അത് ഗവൺമെന്റ് ഡ്യൂട്ടി അല്ലേ നമുക്ക് ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ 1950-കൾ വരെ
പോവർട്ടി എന്ന് പറയുന്നത് പിന്നെ ആധുനിക മുതലാളിത്തത്തിന്റെ ഒരു വിഷയമേ അല്ലായിരുന്നു. പോവർട്ടി ഉണ്ടായാല് ബിസിനസ് ഡെവലപ്പ് ചെയ്യും എന്ന കൺസെപ്റ്റ് ആയിരുന്നു മോഡേൺ എക്കണോമിക്സ് ഉണ്ടായിരുന്നത്. അപ്പോ അവിടെ നിന്ന് നമ്മുടെ വെൽഫെയർ സ്റ്റേറ്റുകൾ വന്നപ്പോഴാണ് ഗവൺമെന്റുകൾ പോവർട്ടി ഇറാഡിക്കേഷൻ ഒരു പിന്നെ അവരുടെ ഫംഗ്ഷൻ ആക്കി എടുത്തു പോയി. മുതലാളിത്തം പറയുന്നത് പോവർട്ടി ഓട്ടോമാറ്റിക്കലി ബി ഇറാഡിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാകുന്ന നേരം പോവർട്ടി ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവുമെന്നാണ്. അവിടെയാണ് 5 നൂറ്റാണ്ട് മുമ്പ് തന്നെ ഈ 10 നൂറ്റാണ്ട് മുമ്പ് തന്നെ ഇബ്നു തൈമിയ്യ പോവർട്ടി ഇറാഡിക്കേഷൻ ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഗവൺമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഇമാം ഷാത്തിബി ഉണ്ട്, അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിലും കാണാം നമുക്ക് ഇന്റർവെൻഷൻ ഓഫ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഗവൺമെന്റ് എക്കണോമിക് ആക്ടിവിറ്റീസിൽ അനിവാര്യമായ സന്ദർഭത്തിൽ ഇടപെടണം എന്ന് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. മറ്റൊരു മേഖലയാണ് എക്കണോമിക്സിന്റെ മറ്റൊരു മേഖലയാണ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എക്കണോമിക്സിന്റെ വലിയ ആധുനിക കാലത്തെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ഉണ്ട്. എക്കണോമിക്സ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന മേഖല ഉണ്ട്. അപ്പൊ സാമ്പത്തിക വളർച്ചയും വികസനവും ഇതാണ് എക്കണോമിക്സിന്റെ ലക്ഷ്യം. എക്കണോമികളുടെ ലക്ഷ്യവും അതാണ്, എല്ലാ മനുഷ്യരുടെയും ലക്ഷ്യവും അതാണ്. അപ്പൊ അതില് എക്കണോമിക് തിയറി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കുക, വരുമാനം ഉണ്ടാക്കുക, ഇതാണ് എക്കണോമിക് ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടത്. ഇസ്ലാം അതിന് വലിയ പ്രൊമോഷൻ ആണ് കൊടുത്തത്. എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ പ്രൊമോട്ടഡ് ബൈ ഓൾ ദി സ്കോളേഴ്സ് വിത്തൗട്ട് എനി ലിമിറ്റ്. മാത്രമല്ല ഇബ്നു തൈമിയ്യയും ഇബ്നുൽ ഖയ്യിം പറഞ്ഞ അക്വിസിഷൻ ഓഫ് വെൽത്ത് ഈസ് കമ്പൽസറി ഫോർ മുസ്ലിം. ഒരു മുസ്ലിം പിന്നെ ഒരു പയസ് മാൻ ആയിട്ട് ഇങ്ങനെ പള്ളിയിലും വീട്ടിലായിട്ട് ഇങ്ങനെ ഒരു ദരിദ്രനായിട്ട് കഴിഞ്ഞുകൂടേണ്ട ആളല്ല. ദിക്റും ദുആയിട്ട് കഴിഞ്ഞുകൂടേണ്ട ആളല്ല. അധ്വാനിക്കാൻ കഴിയുന്നവൻ അധ്വാനിക്കണം. ബുദ്ധി കൊണ്ടാണെങ്കിലും തല കൊണ്ടാണെങ്കിലും ശാരീരികമായി അധ്വാനിക്കണം കഴിയുന്നവൻ. അങ്ങനെ പരമാവധി സമ്പത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കമ്പൽസറി ആണ് എന്ന് അവർ ഫത്വ കൊടുക്കണ്ടേ. അതേപോലെ തന്നെ ഇമാം ഗസാലി എക്കണോമിക് ആക്ടിവിറ്റി നോട്ട് ഓൺലി ഡിസൈറബിൾ ബട്ട് റിലീജിയസ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫർള് കിഫായയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ എല്ലാവരും ഇങ്ങനെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യാതെ ജീവിക്കാൻ പാടില്ല. അത് ഒരാൾ രീതിയിൽ അടുത്ത ആൾ ചെയ്തോണം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടില് ഒരു ബിസിനസ് സ്ഥാപനം ആവശ്യമുണ്ട്. ആ ബിസിനസ് സ്ഥാപനം ആരും തുടങ്ങിയില്ല, തുടങ്ങൂല. പക്ഷെ അങ്ങനെ തുടങ്ങാതിരിക്കാൻ പാടില്ല. ആവശ്യമുള്ള സ്ഥാപനം തുടങ്ങേണ്ടത് അവരുടെ ഫർള് കിഫായ ഇൻഡസ്ട്രി തുടങ്ങാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ഇരിക്കാൻ പാടില്ല. ഇൻഡസ്ട്രി തുടങ്ങുക എന്നുള്ളത് ആ നാട്ടുകാരുടെ പൊതുവെയുള്ള ഉത്തരം. ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പള്ളി ഇല്ലെങ്കിൽ പള്ളി ആരംഭിക്കൽ നമ്മുടെ ഇസ്ലാമികമായ പിന്നെ ബാധ്യതയാണ് എന്ന് നമ്മൾ കരുതാറുണ്ടല്ലോ. ഇതേപോലെ തന്നെയാണ് വ്യവസായം തുടങ്ങണം വേണ്ടത്, കച്ചവടം തുടങ്ങണം അത് വേണ്ടത്. ഇത് ഫർള് കിഫായയാണ്. അത് എക്കണോമിക് ഗ്രോത്തിന്റെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതേപോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ ലീഡ്സ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇമാം ഗസാലിയുടെ റൈറ്റിംഗ്സ് ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി ഒരേ വ്യവസായം തുടങ്ങി, എല്ലാവരും ഒരേ കച്ചവടം തുടങ്ങരുത്. ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായാലേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാവൂ. അതുകൊണ്ട് വൈവിധ്യമാർന്ന എക്കണോമിക് ആക്ടിവിറ്റി തുടങ്ങണം. ഇഖ്തിലാഫ് ഉമ്മത്ത് റഹ്മ എന്നാണ് അദ്ദേഹം അതിന് അവിടെ ഉപയോഗിച്ചിട്ടുള്ള വേർഡ്. അതേപോലെ തന്നെ മാവർദി ഏണിംഗ് മോർ ഇൻകം ദാൻ നെസസറി ടു സ്പെൻഡ് ഫോർ ഗുഡ് കോസ് പ്രൊമോട്ടഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യത്തിന് ഇപ്പൊ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതിൽ കൂടുതൽ ഇൻകം വേണ്ട എന്ന് നമ്മൾ ഒതുങ്ങിക്കൂടേണ്ടതില്ല. നമുക്ക് പണം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അനുവദനീയമായ ഹലാലായ രീതിയിൽ പണം എത്ര ഉണ്ടാക്കാൻ കഴിയുമോ അത്രയും പണം നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഗുഡ് കോസ് പിന്നെ പല രീതിയിൽ ചാരിറ്റി ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതേപോലെ തന്നെ പിന്നെ എന്താണോ ഗുഡ് കോസ് അതിനു വേണ്ടി ചെലവഴിക്കണം എന്നാണ്. അതേപോലെ തന്നെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് ആർ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് ഇമാം ഗസാലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നിസാമുദ്ദീൻ തുസി എന്ന് പറയുന്ന സ്കോളർ പ്രൊമോട്ട് സേവിങ്സ് അഗെയിൻസ്റ്റ് ദ എക്സ്ട്രാവഗൻസ് എന്ന് പറഞ്ഞാല് പണം ഉണ്ടാക്കിയാല് നിങ്ങൾ അത് പിന്നെ എക്സ്ട്രാവഗൻസ് എന്ന് പറഞ്ഞാൽ ദൂർത്തടിച്ച് കളയാൻ പാടില്ല. അത് ആവശ്യമായ സമ്പാദ്യം വേണം എന്ന് പറഞ്ഞാൽ സമ്പാദ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ കാലഘട്ടത്തിൽ ഇല്ലാതെ പോയത് ഈ സമ്പാദ്യശീലമാണ് എന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഷാവലിയുള്ള എന്ന് പറയുന്ന ഇന്ത്യയിലെ സ്കോളറാണ്. അദ്ദേഹം അനലൈസസ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ഹൈ ഇനീക്വാളിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഒരു സമൂഹത്തിന് ഇൻകം ഇനീക്വാളിറ്റി വർദ്ധിച്ചു വന്നാൽ അതിന്റെ കോൺസിക്വൻസസ് എന്താണ്? എക്കണോമിക്സ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് കോൺസിക്വൻസ്
അത് എക്കണോമിക്കലി മൊത്തം സമൂഹത്തെ അത് ബാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ അൽ തുർത്തുസി എന്ന് പറയുന്ന സ്കോളർ, എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ലീഡ്സ് ടു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ആൻഡ് പുവർ നാഷണൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം സാമ്പത്തികമായി തകർന്നാൽ ആ രാജ്യത്ത് രാഷ്ട്രീയമായ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവും. ഇത് ലോകത്ത് നമ്മളിപ്പോ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പല രാജ്യങ്ങളും പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആവുന്നത് അതിന്റെ തുടക്കം തുടങ്ങുന്നത് എക്കണോമിക് ഇൻസ്റ്റബിലിറ്റി എന്നാണ്. കുറച്ചു കാലം മുമ്പ് ഗ്രീസില് രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഒരു 6 മാസത്തിനുള്ളിൽ 4 ഭരണകൂടങ്ങൾ മാറി വന്നിരുന്നു. അതിന് കാരണം ഗ്രീസില് പിന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിന്റെ, അവിടുത്തെ രൂപയുടെ, അവിടെ കറൻസിയുടെ വാല്യൂ വളരെ കുറഞ്ഞതായിരുന്നതിന് കാരണം. അതുകൊണ്ട് ഒരാളും ഭരണം ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ എക്കണോമിക് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകുമ്പോൾ അത് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയിലെ നയിക്കും. അത് ഒരുപക്ഷെ രാജ്യത്തെ മറ്റ് ശക്തികൾ പിടിച്ചെടുക്കാനും പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനങ്ങൾ ഉണ്ടാവാനൊക്കെ കാരണമാവും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ അത് തുർത്തുസി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, എക്കണോമിക് പവർ ലീഡ്സ് ടു പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ആൻഡ് എക്സ്റ്റേണൽ സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ. എന്തുകൊണ്ടാണ് അമേരിക്ക ലോകത്ത് വൻ ശക്തിയായി നിലനിൽക്കുന്നത്? അവർ എക്കണോമിക്കലി സാമ്പത്തിക ശക്തിയാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ സാമ്പത്തിക ശക്തി ഉണ്ടായാൽ ലോകത്ത് മേൽക്കോമ ഉണ്ടാക്കാൻ പറ്റും എന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ അവരുടെ റൈറ്റിംഗ്സിൽ നമുക്ക് കാണാം. അതുകൊണ്ട് എക്കണോമിക് പ്രോഗ്രസ് വിത്തിൻ ഇസ്ലാമിക് വേൾഡ് സജസ്റ്റഡ് ആൻഡ് ഡെവലപ്ഡ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് വർക്ക് ടു പ്രൊമോട്ട് ഗ്രോത്ത്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി വ്യത്യസ്ത രീതികൾ ഇസ്ലാമിക് സ്കോളേഴ്സ് നിർദ്ദേശിക്കുന്നുണ്ട്. മുളാറബയും മുഷാറക്കിയൊക്കെ ഉൾപ്പെടുന്നതാണ്. നമ്മുടെ ഇസ്ലാമിക് ഫൈനാൻസിംഗ് രീതികൾ, എങ്ങനെ ബിസിനസ് ചെയ്യാം, എങ്ങനെ വ്യവസായം നടത്താം തുടങ്ങിയ സംഗതികളൊക്കെ തുടർന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവസാനമായി ഒരു കാര്യം, ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മോഡേൺ എക്കണോമിക്സിൽ നമുക്ക് കാണാം. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ ഉൽപാദനം നടത്തുമ്പോൾ ആ ഉൽപാദനത്തിന് ഡിഫറെന്റ് പ്രോസസ് ഉണ്ട്, പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ആധുനിക എക്കണോമിക്സിൽ നമുക്ക് ആഡം സ്മിത്ത് ആണ് അത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു പിൻ മേക്കിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. ഒരു പിന്ന് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് 10ലേറെ പ്രോസസ്സിലൂടെ കടന്നു പോകണം. അങ്ങനെ നമ്മൾ 10ലേറെ പ്രോസസ്സിലൂടെ അത് പിന്നെ ഡിവിഷൻ ഓഫ് ലേബർ നടത്തിയാൽ ഇറ്റ് മേ ലീഡ് ടു സ്പെഷ്യലൈസേഷൻ, ഇറ്റ് മേ ലീഡ് ടു എഫിഷ്യൻസി, ഇറ്റ് മേ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ സംഗതി ഏറ്റവും നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇമാം ഗസാലിയാണ്. മൾട്ടിസിപ്ലി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ് നെസസിറ്റേറ്റ് കോഓപ്പറേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഡിവിഷൻ ഓഫ് ലേബർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾ ഒരു നീഡിൽ മേക്കിംഗ് ഇൻഡസ്ട്രിയാണ്, പിൻ മേക്കിംഗ് ഇൻഡസ്ട്രിയാണ്. കെയ്ൻസ് അല്ല ആഡം സ്മിത്ത് പറഞ്ഞതെങ്കിൽ ഒരു സൂചി നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് ഉദാഹരണമായിട്ട് ഇമാം ഗസാലി ഉദാഹരണമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ സൂചിയിൽ നിന്ന് പിന്നിലേക്ക് വരിക മാത്രമാണ് ആഡം സ്മിത്ത് ചെയ്തിട്ടുള്ളൂ. ഗസാലി പറയുന്നത് ഒരു സൂചി നിർമ്മാണത്തിൽ നമുക്ക് 20 പ്രോസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 20 പ്രോസസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ സ്പെഷ്യലൈസേഷനും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന്. അപ്പോ നമുക്ക് അതിൽ നിന്ന് ഊഹിക്കാൻ കഴിയും ഇമാം ഗസാലിയുടെ രചന അതേപടി ഒരു പക്ഷേ കോപ്പി അടിച്ചതാവാം ആഡം സ്മിത്ത് എന്ന് നമുക്ക് അനുമാനിക്കാൻ. പലരും അനുമാനിക്കുന്നുണ്ട്, ഞാനല്ല, പലരും അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലും ബെനിഫിറ്റ്സ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ പറയുന്നുണ്ട്. സ്പെഷ്യലൈസേഷൻ, പ്രൊഡക്ടിവിറ്റി, മോർ എക്സ്ചേഞ്ച്, ഇതൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇത് പ്രധാനപ്പെട്ട ചില മേഖലകൾ മാത്രം ഞാൻ സൂചിപ്പിച്ച് മാത്രം പോയതാണ്. ഇസ്ലാമിക് എക്കണോമിക് തോട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു തുടക്കമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക് സ്കോളേഴ്സ് നൽകിയിട്ടുള്ളത്. എന്നാൽ 12ാം നൂറ്റാണ്ടിന് ശേഷം ഈ ഇസ്ലാമിക ലോകത്ത് അറബിയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥങ്ങളൊക്കെ ഹീബ്രുവിലേക്കും ലാറ്റിൻ ഭാഷയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ നമ്മൾ അനുമാനിക്കുന്നത്, പണ്ഡിതന്മാർ അനുമാനിക്കുന്നത് കുരിശ് യുദ്ധത്തിന് ശേഷം യൂറോപ്യന്മാര് മുസ്ലിം ലോകങ്ങളൊക്കെ കീഴടക്കിയപ്പോൾ ഈ ഗ്രന്ഥങ്ങളും കുറെയൊക്കെ അവർ അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോയുണ്ടായി. ഈ ഗ്രന്ഥങ്ങൾ വായിച്ചും അതിൽ നിന്ന് മനസ്സിലാക്കിയുമാണ് ആധുനിക ശാസ്ത്രവും എക്കണോമിക്സും ഒക്കെ ഡെവലപ്പ് ചെയ്തത് എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോ ഇസ്ലാമിക് എക്കണോമിക് തോട്ടിനെ എന്നിട്ടും അവർ അംഗീകരിക്കുന്നില്ല എന്നതാണ് വളരെ പ്രധാനം.
ഇസ്ലാമിക് എക്കണോമിക് തോട്ടാണ് ആധുനിക എക്കണോമിക് തോട്ടിന്റെ അല്ലെങ്കിൽ എക്കണോമിക് തിങ്കിങ്സിന്റെ ബേസിക് അടിത്തറ എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുവാനും അറിയുവാനും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുവാനൊക്കെ വലിയ സാധ്യതയുള്ള മേഖലയാണ്. ഈ ആധുനിക 1980 ശേഷം ലോക യൂണിവേഴ്സിറ്റികളിൽ ഇസ്ലാമിക് എക്കണോമിക് തോട്ടിനെ കുറിച്ച് ധാരാളം ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ചില സൂചനകൾ മാത്രം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നൽകിയതാണ്. സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല, ഉണ്ടെങ്കിൽ തീർക്കാവുന്നേ ഉള്ളൂ. അള്ളാഹു നമ്മളുടെ ഈ പരിശ്രമങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. ഉദാഹരണം, നമ്മളിപ്പോ ഒരു മണ്ണ് ഡിവിഷൻ ഓഫ് ലേബറിന്റെ പ്രസക്തി എന്താണെന്നാ ചോദിക്കും. അപ്പൊ നമ്മള് ലോറിയിൽ മണ്ണാക്കിയിട്ട് നമ്മള് വീട്ടിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ നമ്മള് മണ്ണ് കോരി കൊടുക്കാൻ ഒരാളാണ്, പിന്നെ വേറൊരാള് തലയിലേക്ക് കയറ്റി കൊടുക്കാനാണ്, അത് പാസ് ചെയ്യാൻ വേറൊരാള് അല്ലെ, പിന്നെ അത് നിരത്താൻ വേറൊരാള്. അത് ഡിവിഷൻ ഓഫ് ലേബർ. ഇതെല്ലാം കൂടി ഒരാൾ ചെയ്താൽ എന്താ സംഭവിക്കാം? അയാൾ എന്നെ കോരുന്നു, അയാൾ എന്നെ കയറ്റുന്നു, അയാൾ എന്നെ കൊണ്ടുപോകുന്നു, അയാൾ എന്നെ എല്ലാ പണിയും ചെയ്യുമ്പോൾ അതിന്റെ എഫിഷ്യൻസി കുറയും, സ്പീഡ് കുറയും. മറ്റേത് ഓരോ പ്രോസസ്സും ഒരാൾ ചെയ്യുന്നേരം അതിന്റെ സ്പീഡ് കൂടും, എഫിഷ്യൻസി കൂടും. മാത്രമല്ല ഓരോ മേഖലയിലും ഓരോ പ്രോസസ്സിലും ഓരോരുത്തരും സ്പെഷ്യലൈസ് ചെയ്യും. മൺകോരയിൽ നമ്മൾ സാധാരണ നാട്ടിൽ നടത്തുന്നത് പറഞ്ഞാണ് ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആവുന്നേരം. നമുക്ക് ഉദാഹരണം പ്രസ് എടുക്കാം. ഒരു പ്രസ്സിൽ കമ്പോസിങ്, പ്രിന്റിങ് മെഷീനായിട്ട്, പാക്കിങ്, ഇതൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഒരാ പണി ഒരാൾ തന്നെ ചെയ്യുന്നതിന് പകരം ഓരോ പ്രോസസ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഓരോ മേഖലയിലും ഒരാൾ സ്പെഷ്യലൈസ് ചെയ്യും. സ്പെഷ്യലൈസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി വർദ്ധിക്കും. ലാർജ് സ്കെയിൽ ആകുമ്പോഴാണ് ലാഭം. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡൻസ് ഇല്ല. ഇത് നമുക്ക് സക്കാത്ത് അല്ല ടാക്സ്. സക്കാത്തിന് പുറമെ ടാക്സ് ആവശ്യമെങ്കിൽ ഇസ്ലാമിക് ഗവൺമെന്റുകൾക്ക് ചുമത്താം എന്നാണ് ഇസ്ലാമിക് സ്കോളേഴ്സ് കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കാലത്ത് ടാക്സ് ഇല്ല, ഖിലാഫത്തുർ റാഷിദിന്റെ കാലത്തും ടാക്സ് ഇല്ല. അന്ന് ഈ സക്കാത്തും ജിസിയയും ഒക്കെ ഉപയോഗിച്ചാണ്, അതേപോലെ തന്നെ യുദ്ധമുതലുകളിൽ നിന്ന് കിട്ടിയ പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഇസ്ലാമിക ഭരണം നടത്തിയത്. പക്ഷെ അന്ന് ഭരണകൂടം ഇന്നത്തെ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല, ഫങ്ഷൻസ് കൂടിയിട്ടില്ല. ഫങ്ഷൻസ് കൂടുന്നതിനനുസരിച്ച് എക്സ്പെൻസ് കൂടുകയാണ്. അപ്പൊ എക്സ്പെൻസ് തികയാതെ വരുന്ന നേരം എന്ത് ചെയ്യും? അപ്പൊ അതിന് അഡീഷണൽ ടാക്സ് ചുമത്താം. അതാണ് പിന്നെ പണ്ഡിതന്മാർ അതിലേക്ക് വന്നിട്ടുള്ളത്. ഇമാം ഗസാലി മുതൽക്കുള്ള ആളുകളൊക്കെ ടാക്സേഷനെ കുറിച്ച് പറഞ്ഞു. ആദ്യം ചർച്ച ചെയ്ത ടാക്സ് ഹറാജിനെ കുറിച്ചാണ്, ലാൻഡ് ടാക്സ് ആണ്. ഇന്ന് ലാൻഡാണല്ലോ കൂടുതലുള്ളത്. പിന്നെ ടാക്സ് ഓൺ കോൺഗേഡ് ലാൻഡ്, അതാണ് ഹറാജ് എന്ന് പറഞ്ഞാൽ. അന്ന് യുദ്ധം നടക്കുന്ന കാലത്ത് കുറെ കൃഷിഭൂമി പിടിച്ചെടുക്കുന്നതൊക്കെ ഇസ്ലാമിക ഗവൺമെന്റിൻ്റെതാവും ഭൂമി. ഈ ഭൂമി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് ഈടാക്കുന്ന ടാക്സ്, അതാണ് ഹറാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഹറാജാണ് അന്ന് യുദ്ധം നടക്കുന്ന കാലത്ത് ഇസ്ലാമിക ഗവൺമെന്റ് വിശാലമാവുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സ്. ഹറാജ് എന്ന് 30% വരെ ഉണ്ടായിരുന്നു, 1/3. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിക ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കൃഷി ചെയ്താൽ അതിന്റെ 30% ഗവൺമെന്റിന് കൊടുക്കണം. അത് പ്രധാന വരുമാന മാർഗമായിരുന്നു. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ അത് അസ്തമിച്ചല്ലോ, അത് ഇല്ലാതായിക്കൊണ്ടിരുമ്പോൾ മറ്റ് ഇൻകം ടാക്സ് പോലുള്ള ടാക്സുകളൊക്കെ ചുമത്തപ്പെടാൻ തുടങ്ങി. ഈ മറ്റേ ഇൻട്രസ്റ്റ് വരുന്നോണ്ടാണ് ഇൻഫ്ലേഷൻ ആയിട്ട് ഒരു പ്രശ്നം പറഞ്ഞത്. GCC രാജ്യങ്ങളിൽ കമ്പയർ ഇൻട്രസ്റ്റ് സിസ്റ്റം കുറവായിരിക്കില്ല, അപ്പൊ അതിനനുസരിച്ചുള്ള ഇൻഫ്ലേഷൻ അവിടെ കുറവുണ്ടോ? ഒരു ഘടകം അതാണ്, ഒരു ഫാക്ടർ അതാണ്. ഇൻഫ്ലേഷൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഇൻട്രസ്റ്റ് ആണ്. തിയററ്റിക്കലായിട്ട് ഇസ്ലാമിക് തോട്ടിനെ പറ്റി വിശദീകരിച്ചു. കണ്ടംപററി വേൾഡിൽ ഏതെങ്കിലും ഇതിന്റെ ആപ്ലിക്കേഷന് പ്രസക്തി ഉണ്ടോ? അത്തരം വിഷയങ്ങൾ ഗവേഷണ സാധ്യതയുണ്ടോ? ഇൻ പ്രാക്ടിക്കൽ നമ്മൾ പറഞ്ഞ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സയൻസ് ഉണ്ടല്ലോ. ഈ എക്കണോമിക് സയൻസിൽ ധാരാളം തിയറികൾ ഉണ്ടല്ലോ.
ഈ തിയറികളൊക്കെ സീഡ്സ് അതിന്റെ ആക്ച്വലി ഡെവലപ്പ് ചെയ്തത് ഇസ്ലാമിക് സ്കോളേഴ്സിന്റെ അടുത്ത് നിന്നാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് ഇന്നുള്ള ഇതിപ്പം മോഡേൺ നിലവിലുള്ള എക്കണോമിക് സിസ്റ്റത്തിൽ നമ്മുടെ ഇസ്ലാമിക് ഫൈനാൻസ് എത്രമാത്രം ഒരു പ്രസക്തി ആ നിലയിൽ നമുക്ക് ലോകത്ത് അങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമമാണ്. പലിശ ഒന്നും ഇല്ലാത്ത എക്കണോമിക് സിസ്റ്റം എന്ന അർത്ഥത്തിലല്ലേ ഇസ്ലാമിക് ഗവൺമെന്റ് ഉണ്ടോന്നാ ചോദിച്ചത്? അല്ല, എക്കണോമിക് സിസ്റ്റം പൂർണ്ണ അർത്ഥത്തിൽ ഇന്ന് എവിടെയും നിലവിലില്ല. എന്നാലും ഈ പ്രിൻസിപ്പിൾസ് അപ്ലിക്കബിൾ അല്ല എന്ന് പറയാൻ പറ്റില്ല. പ്രിൻസിപ്പിൾസ് ഏത് ഗവൺമെന്റിനും ഇപ്പൊ ടാക്സ് ചുമത്തുന്ന എല്ലാ ഗവൺമെന്റുകളിലും പരിഗണിക്കുന്നതാണ് കാനൺസ് ഓഫ് ടാക്സേഷൻ. അതേപോലെ എബിലിറ്റി ടു പേ ടാക്സ്, ഇതൊക്കെ തിയറി എന്ന അർത്ഥത്തിൽ എല്ലാ ഗവൺമെന്റുകളും പരിഗണിക്കുന്നതല്ലേ? നമ്മളിപ്പോ തിയററ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത ഇസ്ലാമിക് എക്കണോമിക് സിസ്റ്റം ആധുനിക യുഗത്തിൽ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യാത്തോളം ചെയ്യാൻ പറ്റും, അതിലെന്ത് ഗവേഷണമാണ് നടത്തേണ്ടത്? ഈ പ്രാക്ടിക്കൽ ഞങ്ങൾ നന്നായിരുന്നു മുമ്പ് അതൊക്കെ ചെയ്തിരുന്നു, അല്ലാതെ അത് മോഡേൺ വെസ്റ്റേണേഴ്സ് പറയുന്നതിന് മുമ്പേ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ട്. ഇപ്പം ഇവിടെ പറഞ്ഞ പല ഇസ്ലാമിക് സിസ്റ്റങ്ങളും അത് വളരെ കുറഞ്ഞ ആളുകൾക്ക് അറിയുള്ളൂ. മുസ്ലിങ്ങളിൽ തന്നെ വളരെ ആ ഒരു അവയർനെസ് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആളുകളും അതിനെ മേലെ ബിൽഡ് ചെയ്ത് വരാൻ സാധ്യത ഉണ്ട്. അതെ, അതൊരു ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു നിയമത്തിന്റെ ഒരു മാറ്റം ആവശ്യമാണ്. ശരിയാ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതി വരണമെന്നുണ്ട്. അതിന്റെ ഒരു മൂവ്മെന്റ് നമ്മൾ നടത്തിക്കൊണ്ടുവരണം. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെട്ടതാണ് ഇവിടെ നമുക്ക് നമ്മുടെ അതനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അതിന്റെ പരിശ്രമങ്ങൾ പല ആളുകളും നടത്തി ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിന് പ്രതിനിധിയായിട്ടാണ് ഇവിടെ വരുന്നത്. അസെറ്റിഫൈ എന്ന് പറയുന്ന സ്ഥാപനമാണ്. അപ്പം അവരെന്തായാലും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് അത്. പക്ഷെ അതോടൊപ്പം തന്നെ അതിന്റെ അത് ചെയ്യുന്ന ബിസിനസ് തന്നെ ലോൺ പ്രൊഡക്റ്റുകളാണ് ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കംപ്ലീറ്റ്ലി ശരിയാ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ശരിയാ പ്രിൻസിപ്പിൾ അനുസരിച്ച് കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതിൽ നമുക്ക് വെഹിക്കിൾ ലോൺ എടുക്കാം, ഹോം ലോൺ എടുക്കാം. ഒരുപാട് ആൾക്കാർ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഡിമിനിഷിംഗ് മുഷാറക്ക പ്ലസ് ഇജാറ വെച്ചിട്ടാണ് അതിന്റെ വർക്കിംഗ് വരുന്നത്. അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് 10-9 വർഷത്തോളം ഐ ടി മേഖല വർക്ക് ചെയ്യാണ്. നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നമുക്ക് വരുന്ന ക്യാഷ് അത് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നല്ലൊരു മേഖല നമുക്ക് ഒരു ഷുവറായിട്ട് ഹലാലായിട്ടുള്ള മേഖല കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതൊന്നായിട്ട് കണ്ടെത്തിയത്. അതുപോലെ നമ്മൾ ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ള അഖ്ബാർ ഉണ്ട്, പിന്നെ മനസ്സിലാക്കുന്ന വിജിയോർ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് സംവിധാനങ്ങളൊക്കെ ഇത്തരത്തെ പരിശ്രമത്തിന്റെ ഭാഗമാണ്. അങ്ങനത്തെ കൂടുതൽ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കും ആക്റ്റീവായിട്ട് എക്കണോമിക് ഗ്രോത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞ പോലെ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ പ്രായോഗികമായ ചില പ്രിൻസിപ്പിൾസ് തന്നെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ക്രമേണ സമൂഹം മാറിയാലാണ് ഗവൺമെന്റ് ഒക്കെ മാറുക. സമൂഹം മാറുമ്പോഴാണ് ഗവൺമെന്റ് മാറുക. അതിനനുസരിച്ച് ആ രീതിയിലുള്ള എക്കണോമിക് സിസ്റ്റവും നിലവിൽ വരുമായിരിക്കും. ഷമീൻ, നിങ്ങളുടെ കൺക്ലൂഷൻ ഉണ്ടാവില്ലേ? ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അത്ര വിദൂര സാധ്യതയുള്ള ഒരു സംഗതിയായിട്ടാണോ നമ്മൾ വിദൂര സാധ്യത എന്നല്ല പറഞ്ഞത്, വേഗത്തിലാവും. നമ്മൾ അതിനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാന്നുള്ളതല്ലേ. ഇപ്പൊ നിലവിലുള്ള സിസ്റ്റം പരിശീലന ഇപ്പൊ നിലവിലുള്ള സിസ്റ്റം അങ്ങേയറ്റം പരാജയപ്പെട്ട് വേറൊരു ബദലിന് വേണ്ടി ആൾക്കാർ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബദലായിട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള മാത്രമേ വിഷയം. ബദൽ അവതരിപ്പിക്കാൻ പറ്റായ കാര്യമില്ല നമ്മുടെ പ്രശ്നം. ബദൽ അവതരിപ്പിക്കാൻ നമുക്ക് പറ്റും. അത് പ്രായോഗികത്തിൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പ്രയോഗത്തിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം. അത് ക്രമേണ ആയി വരേണ്ടതല്ലേ. ഒരു വലിയ മരം കാണിക്കണമെന്നില്ല, വിത്ത് കാണിച്ചെടുത്താൽ മതി. അത് വലുതാക്കൽ അവരെ വലുതായിക്കോളും. അതിന്റെ ബേസിക് തിയറി റെഡി ആണെങ്കിൽ ഇത് റെഡി ആണെങ്കിൽ അത് വലുതാവും. എല്ലാ സംഗതിയും വലുതായതാണ്. അതെ, ഉദാഹരണം പലിശ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രോബ്ലം ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ. പലിശ ഇല്ലാതെ ഒരു സംവിധാനം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ നിലവിലുള്ള സംവിധാനത്തിൽ പലിശ ഇല്ലാതെ ഒരു സാമ്പത്തിക സ്ഥാപനം, ഒരു ബാങ്കോ ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ
പിന്നെ കോപ്പറേറ്റീവ് മേഖലയിലോ ഒന്നും പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അതിനുള്ള നിയമം നമ്മൾ അനുവദിക്കുന്നില്ല. അപ്പൊ നമ്മൾ നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് ചില സംവിധാനങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നു. അവനാണ് നമ്മൾ സംഗമം കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മുടെ മുന്നിലുണ്ട്. ചില ഈ പറഞ്ഞ പോലെ അസറ്റിഫൈ പോലെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളുണ്ട്. നമ്മുടെ അയൽക്കൂട്ടം പോലെയുള്ള മൈക്രോ ഫിനാൻസ് സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നോക്കുന്നു. അത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അതൊരു ബദലായിട്ട് വളർന്നു വരും. ഈ ഫ്യൂഡൽ വ്യവസ്ഥ മുഴുവൻ നിലനിൽക്കുമ്പോഴാണ് മാർക്സ് കമ്മ്യൂണിസം എന്നാണ് തിയറി അവതരിപ്പിച്ചത്. അത് 100 കൊല്ലം കൊണ്ട് അത് ലോകം മുഴുവൻ കിടക്കുകയും ചെയ്തു. അങ്ങനെ വിപരീതമായ ഒരു കാലഘട്ടത്തിലാണ് മാർക്സ് അത് കൊണ്ടുവന്നത്. വിപ്ലവം നടന്നാൽ നമുക്ക് സാധ്യമാണ് എന്ന് പറയാം. അല്ല, ഏതെങ്കിലും ഇസ്ലാമിക് കൺട്രി GCC ആരെങ്കിലും ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടോ, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എങ്കിലല്ലേ നമുക്ക് പറയാനും പറ്റില്ല. അവരോടല്ല ആദ്യം പറയേണ്ടത്. ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ബാങ്കുകളുണ്ട്, ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളുണ്ട്. ഏതാണ്ട് 70-ലേറെ രാജ്യങ്ങളിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് നോട്ട് ഓൺലി മുസ്ലിം കൺട്രീസ് ബട്ട് ഇൻ സെക്യുലർ കൺട്രീസ്. ഇത് പ്രാക്ടീസിങ്ങിലൂടെ വ്യാപകമായി വരേണ്ടതല്ലേ. പിന്നെ മോണിറ്ററി സിസ്റ്റം ചേഞ്ച് ആവാതെ ലോകത്ത് വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് സാധ്യമാവും. മോണിറ്ററി സിസ്റ്റം ഇതിന്റെയൊക്കെ ഒരു ബേസ് ആണ്. അത് തന്നെ കറപ്റ്റഡ് ആണെന്നാണ് നമ്മളെ വീക്ഷണം. നമ്മുടെ പണസമ്പ്രദായം തന്നെ കറപ്റ്റഡ് ആണ്. ഈ കറപ്റ്റഡ് ആയ പണസമ്പ്രദായത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ബദൽ സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോ അത് മാറാതെ നമുക്ക് പൂർണ്ണമായ മാറ്റം സാധ്യമല്ല. എന്നാൽ നിലവിലുള്ള രാജ്യങ്ങളുടെയും പിന്നെ സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ പാരലായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അറബ് നാടുകളിൽ തന്നെ കൺവെൻഷണൽ ബാങ്കുണ്ട്, ഇസ്ലാമിക് ബാങ്കുണ്ട്. ഗ്ലോബൽ റിസഷൻ നടന്നില്ല, എക്കണോമിക് റിസഷൻ. 100ഓളം ഇന്റർനാഷണൽ ബാങ്കുകൾ ബാങ്ക്രപ്റ്റ് ആയപ്പോൾ ഇസ്ലാമിക് ബാങ്കുകൾ മാത്രമാണ് പിടിച്ചു നിന്നത്. ഇവൻ യൂറോപ്പിൽ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, ബാർക്ലേസ് ഒക്കെ ഇസ്ലാമിക് ബാങ്ക് രാജ്യങ്ങൾ അതാണ് പിടിച്ചത്. നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. ഡോക്ടർ തോമസ് ഇസ്ലാമിക് ഫിനാൻസ് നല്ല അഭിപ്രായം പറഞ്ഞ ആളാണ്. ആർക്കും ഇത് അറിയാത്തത് കൊണ്ടല്ല, പല കാരണങ്ങൾ കൊണ്ടും ഇന്ത്യയില് പിന്നെ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ ഇസ്ലാമിക് ഫൈനാൻസിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ വൈ നോട്ട് ഇൻ ഇന്ത്യ എന്നതിനെ കുറിച്ച് ലോകത്ത് ഇസ്ലാമിക് ഫൈനാൻസിനെ മതപരമായി സമീപിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണ്. മതപരമായി സമീപിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് പെർമിഷൻ ഇല്ലാന്ന് വെച്ചാൽ അത് ഇസ്ലാമിക് ആണ് എന്നുള്ളത് കൊണ്ടാണ്. അച്യുതാനന്ദനല്ല, തോമസ് ഐസക്കാണ്. തോമസ് ഐസക്കും അദ്ദേഹത്തിന് എക്കണോമിക് അഡ്വാൻറ്റേജ് കിട്ടുമെന്നതുകൊണ്ട് മാത്രമാണ് അതിനെ സപ്പോർട്ട് ചെയ്തത്. ചെയർമാൻ ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് അദ്ദേഹം തുടങ്ങിയായിരുന്നു, ഇപ്പോഴും നിലനിൽക്കുന്നു. ഗവൺമെന്റിന്റെ ഫിനാൻസ് കമ്പനി കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്തിരുന്നു. ഈ എളമരം കരീം ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരുന്നപ്പോ അന്നാണ് തുടങ്ങിയത്. അന്ന് കോഴിക്കോട് വെച്ച് താജിൽ വെച്ചിട്ട് വളരെ നന്നായിട്ട് പറഞ്ഞിരുന്നു. നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ അല്ലാത്ത വേറെ പല സിസ്റ്റംസും സൊല്യൂഷൻസും ഉണ്ടല്ലോ, അത് എവിടെയെങ്കിലും നടപ്പിലാവുന്നുണ്ട്. ഇതിൽ പറഞ്ഞ ഒരുപാട് തിയറീസ് ഉണ്ട്, ഡിവിഷൻ ലേബർ, അതേപോലെ പലതും. അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അത് എക്കണോമിക്സ് തിയറിയാണ്. ഞാൻ പറഞ്ഞത് എക്കണോമിക്സ് തിയറിയാണ്. എക്കണോമിക്സ് തിയറി എക്കണോമിക്സ് സബ്ജക്റ്റില് തിയറി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അത് ഇസ്ലാമിക് എന്ന് പറയാതെ തന്നെ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്, എല്ലാവരും ഇത് പരിഗണിക്കപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മോഡേൺ എക്കണോമിക്സിന്റെ ബേസ് ഈ കൺസെപ്റ്റുകളാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്.